Good morning. Good morning, ma'am. Good morning, Good morning, ma'am. Good Good morning, ma'am. morning, ma'am. Good morning. Good morning, ma'am. Okay, good morning. നിങ്ങളുടെ prayer എല്ലാം കഴിഞ്ഞോ? ഇല്ല മാം. You can start your class. ഞാൻ join ആയില്ലെങ്കിലും മീൻസ് ഇത് നിങ്ങളുടെ പ്ലാറ്റ്ഫോം ആണ്. You can lead the class. Okay, no problem. prayer ചെയ്യാം, thought for the day ചെയ്യാം. Then ടീച്ചർ വന്നിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. That is the way of Montessori method. We all are facilitators. നമ്മൾ എല്ലാവരും ഫെസിലിറ്റേറ്റേഴ്സ് ആണ്. നമ്മൾക്ക് തന്നെ ക്ലാസ് ഒരാളുടെ ആബ്സെൻസിൽ നമുക്ക് തന്നെ ആ കാര്യങ്ങൾ ചെയ്യാനുള്ളത്. അതുകൊണ്ട് അയാൾ അത് ചെയ്യേണ്ടതാണല്ലോ, ഞാൻ ഇതിന് ചെയ്യണം. ദാറ്റ് ടൈപ്പ് ഓഫ് തോട്ട് നമ്മൾ അങ്ങനെ മാറ്റി വെക്കുകയാണ്. സോ ഓക്കെ, നമുക്ക് തുടങ്ങാം. ആരാ പ്രയർ? ഞാൻ പറയാം മാം. പനി കുറഞ്ഞാ? പനി കുറഞ്ഞു, പക്ഷെ അതിന്റെ ബാക്കി പത്രമായിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒരു ചുമയൊക്കെ വരുന്നുണ്ട്. പിന്നെ ഭയങ്കര എന്താ പറയാ, കഫം ഇങ്ങനെ ഫീൽ ചെയ്യുക, പക്ഷെ അതിങ്ങനെ പുറത്തേക്ക് പോകുന്നില്ല. അങ്ങനത്തെ ഒരു വല്ലാത്തേക്കൊരു അവസ്ഥ. ഒരു യാത്ര പണ്ടൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ യാത്ര ചെയ്യായിരുന്നു. 7, 8, 9, 10 hours ഒക്കെ കണ്ടിന്യൂസ് യാത്രയൊക്കെ ചെയ്തിട്ടുണ്ട്, നൈറ്റ് ജേണി ഒക്കെ ചെയ്തിട്ടുണ്ട്. പക്ഷെ നമ്മുടെ പ്രായം നമ്മളെ ചില സമയത്ത് ഇങ്ങനെ കൊഞ്ഞനം കുത്തി കാണിക്കുമല്ലോ, അത് കാരണം ഇപ്പൊ യാത്രയൊക്കെ ഇച്ചിരി പാടാം. ഓക്കെ, മോളുടെ ഒരു അഡ്മിഷന്റെ കാര്യത്തിന് വേണ്ടിയിട്ട് പോയതായിരുന്നു. അഡ്മിഷന്റെ ഒരു മെഡിക്കൽ എക്സാമിനേഷന് പോയതാണ്. അതിന്റെ വിശേഷം ഞാൻ പറയാം, കാരണം നിങ്ങൾക്കും ഭാവിയിൽ അത് പ്രയോജനപ്പെടും. ഇതുപോലെ കുട്ടികൾ പഠിക്കാൻ പോകുമ്പോൾ നമ്മളും ഇത് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ്. സോ വി ക്യാൻ സ്റ്റാർട്ട് ദ പ്രയർ പ്ലീസ്. Oh my God, I give to you all that I think or say or do, all my work and all my happy study. I will give to you today. Amen. എല്ലാരും പ്രെയർ ചെയ്യണം കേട്ടോ. എല്ലാരും 2 പ്രെയർ സ്വന്തമായിട്ട് എഴുതണം ഇംഗ്ലീഷിൽ. സോ ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക, നിങ്ങൾ പ്രെയർ പ്രസന്റ് ചെയ്യുക, നിങ്ങൾക്ക് ആക്ഷൻ സോങ് ചെയ്യണം. ടീച്ചിങ് പ്രാക്ടീസിനൊക്കെ പോകുമ്പോൾ നമ്മൾക്ക് കുട്ടികളാണ്, കൊച്ചു കുട്ടികളാണ്, അവരുടെ കൂടെ ഡാൻസ് ചെയ്യണം, അവരുടെ കൂടെ പാട്ട് പാടണം. ടീച്ചർമാരും ഉണ്ടാവും ഇതിനകത്ത്, അവർക്ക് അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് ഈ ഒരു പ്ലാറ്റ്ഫോം യൂസ് ചെയ്യുക, നല്ലപോലെ പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾക്ക് ഒരു പ്രാക്ടീസ് കിട്ടും ഇവിടെ നിന്ന്. അപ്പൊ കുട്ടികളുടെ കൂടെ പെട്ടെന്ന് മേർജ് ആവും. അപ്പം ചെയ്യാതെ മടി പിടിച്ചിരുന്ന പലരും എന്നോട് പറഞ്ഞു, മാം പറഞ്ഞത് ശരിയാണ്, ടീച്ചിങ് പ്രാക്ടീസിന് ചെന്നപ്പോ ഞങ്ങൾക്ക് പാട്ട് പാടേണ്ട വന്നു, ഡാൻസ് ചെയ്യേണ്ട വന്നു, ഞങ്ങൾ ഇവിടെ മര്യാദയ്ക്ക് അത് പ്രാക്ടീസ് ചെയ്തിരുന്നെങ്കിൽ ആ ഒരു ചമ്മലൊന്നും അവിടെ വരില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു. സോ പ്ലീസ് യൂസ് ദ പ്ലാറ്റ്ഫോം. നിങ്ങളുടെ അന്ന് ഷിഫാന ജോയിൻ ചെയ്തിട്ടുണ്ടല്ലോ അല്ലെ, റൈറ്റ്? ഷിഫാന ജോയിൻ ചെയ്തോ? ഓക്കെ, ഷിഫാന ആദ്യമായിട്ടാണ് അല്ലെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുന്നേ? അതെ, ഫസ്റ്റ് ടൈം. എല്ലാരും നോക്കിക്കോളൂ. ഷിഫാന ഖത്തർ എവിടെ നിന്നായിരുന്നു? ഖത്തറിലാണ്. ഖത്തറിലാണ്. എന്താ വർക്ക് ചെയ്യുന്ന? ടീച്ചറാണോ? ഞാൻ വർക്കിംഗ് ആസ് എ പ്രോജക്ട് കോർഡിനേറ്റർ ആണോ? ഓക്കെ ഓക്കെ. കൺസ്ട്രക്ഷൻ കമ്പനിയിലാണ്. ഫ്രൈഡേ അവധിയാണ്. സോ ഫ്രൈഡേ ജോയിൻ ആവാൻ പറ്റും. അല്ലലി ടൈം ഓഫീസ് ആയിരിക്കും. എത്ര മണിയായി സമയം അവിടെ? ഇവിടെ 9:10 മോർണിംഗ് 9:10. ഓക്കെ ഓക്കെ. ആരൊക്കെയുണ്ട് വീട്ടില്? വീട്ടില് ഹസ്ബൻഡ്, ഇപ്പൊ ഇവിടെയുള്ള ഹസ്ബൻഡും മക്കളും 2 ആളുണ്ട്. 2 ആളുണ്ട്. നാട്ടിലെവിടെയാ? നാട്ടിലെവിടെയാ? പാലക്കാട്. പാലക്കാട് എവിടെയാണ്? പട്ടാമ്പിയാണ്. പട്ടാമ്പി. ഓക്കെ. ചേച്ചി പാലക്കാട്, അതുകൊണ്ട് ഞാൻ ചോദിച്ചൊന്നുമില്ലോട്ടോ. എനിക്ക് സ്ഥലമൊന്നും കാര്യമായിട്ട് അറിയില്ല. പട്ടാമ്പി അറിയാം, കേട്ടിട്ടുണ്ട്. പ്രോപ്പർ പാലക്കാടല്ലേ, മലപ്പുറം ബോർഡർ. പട്ടാമ്പി ശരിക്കും മലപ്പുറം ബോർഡർ ആണ്. നമുക്ക് ട്രെയിൻ ബുദ്ധിമുട്ടാണെന്ന് തോന്നുന്നു പട്ടാമ്പിക്ക് പോവാൻ അല്ലെ? ഷൊർണൂർ ഇറങ്ങിയിട്ട് പോവോ അതോ അങ്ങനെ എന്തോ ചെയ്യൂലോ അല്ലെ? തിരൂരോ എവിടെ? ട്രെയിൻ അങ്ങനെ യൂസ് ചെയ്യാറില്ല. നാട്ടിലെങ്ങനെയാ, വർഷത്തിലൊരിക്കൽ വരുമോ? ഇവിടെ മക്കളിവിടെ സ്കൂളിൽ പോകുന്നുണ്ട്. വെക്കേഷൻ ആകുമ്പോ ജൂലൈ ഓഗസ്റ്റില് നാട്ടിൽ വരും. അല്ല ഇപ്പൊ നോമ്പ് സമയത്ത് അവധിയില്ലേ? ഇല്ല, ഇവിടെ സ്കൂളൊക്കെ ഉണ്ട്. ടൈമില് ചെറിയ ചേഞ്ച് ഉണ്ടാവും, പക്ഷെ ക്ലാസ് ഉണ്ടാവും. ടൈമില് ചേഞ്ച് ഉണ്ടാവും നോമ്പൊക്കെ ആകുമ്പോ. ഓക്കെ. അപ്പോ ഷിഫാന ഫസ്റ്റ് ഡേ ആണ് അല്ലെ നമ്മുടെ ഈ 20 ബാച്ചിൽ ഫസ്റ്റ് ഡേ ജോയിൻ ആവുകയാണ്. പേഴ്സണൽ ഗ്രൂപ്പിലൊക്കെ ജോയിൻ ആയിട്ടുണ്ടോ? ഗ്രൂപ്പിൽ നിന്ന് ഒരു കുട്ടീന്റെ ഹസീന, ഒരു കുട്ടീന്റെ നമ്പർ എടുത്തിട്ട് ജോയിൻ ആയിട്ടുണ്ട്. ഷിഫാന ആദ്യമാണ്, ഫസ്റ്റ് ക്ലാസ് ആണ് ഷിഫാനയുടെ. നിങ്ങൾ എല്ലാവരും ക്ലാസ്സസ് ഒക്കെ കണ്ടിട്ടുണ്ട്. ഷിഫാന റെക്കോർഡ് ക്ലാസ് ആണ് കണ്ടുകൊണ്ടിരുന്നത്. ഫ്രൈഡേ ആയതുകൊണ്ട് അവിടെ
ഫ്രൈഡേ ആയതുകൊണ്ട് അവിടെ ലീവ് ആയതുകൊണ്ട് ഷിഫാനയ്ക്ക് ഫ്രൈഡേസിൽ അറ്റൻഡ് ചെയ്യാൻ പോകും. സോ അത് എന്റെ ഒരു പ്രിവിലേജ് ആയിട്ട് ഞാൻ എടുക്കുള്ളൂ. കാരണം ഫ്രൈഡേ ആണല്ലോ എന്റെ ക്ലാസ്. എന്റെ ക്ലാസ്സിൽ ഷിഫാന ഉണ്ടാവും. ഞാൻ ടൈം ടേബിൾ നോക്കിയപ്പോ മാമിന്റെ ക്ലാസ് അതാ Okay, ഞാൻ thank you. ഇതാക്കി വിളിച്ച് സംസാരിച്ചേ. ഓക്കെ ഫൈൻ. സോ ഷിഫാന കണ്ടതിൽ വളരെ സന്തോഷം. എല്ലാരെയും കുറെ നാളായി കണ്ട പോലെയൊക്കെ തോന്നുന്നു. കാരണം ഞാൻ കുറെ ദിവസമൊക്കെ ലീവായിരുന്നു. കഴിഞ്ഞ ആഴ്ച എടുത്തു, പക്ഷെ ആരോഗ്യം വളരെ മോശമായിരുന്നു. ഓക്കെ രേവതി, എന്താ നെക്സ്റ്റ് പറയാനുള്ളതാണ്? മരുന്ന് മേടിക്കാൻ വന്നു. റീഡിംഗ് കോർണർ എവിടെയാ? ലൈബ്രറി കയറിയിരിക്കുവാണോ? ലൈബ്രറി ഹോസ്പിറ്റലിൽ. ഹോസ്പിറ്റലിൽ? ഹോസ്പിറ്റലില് റീഡിംഗ് കോർണർ ഒക്കെ ഉണ്ടല്ലേ? ഇപ്പഴാണോ കണ്ടേ? ഞാനിപ്പോഴാ ശ്രദ്ധിച്ചു. ശരി. ഹോസ്പിറ്റലൊന്നും നടക്കുകയല്ല, എന്തോ കേട്ടില്ല. ക്ലാസ് പറഞ്ഞില്ലായിരുന്നു അവയർനെസിന്റെ. അതപ്പോ ഇന്ന് അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. പ്രസന്റ് ചെയ്യാൻ പറ്റത്തില്ല. ഓക്കെ, നോ പ്രോബ്ലം. ഓക്കെ ഫൈൻ. ഇനി ആർക്കെങ്കിലും എന്തെങ്കിലും ഷെയർ ചെയ്യാനുണ്ടോ? ലൈക്ക് തോട്ട് ഫോർ ദ ഡേ സൈനിങ്. മിസ് തോട്ട് ഞാൻ പറയാം. ഓക്കെ ജോസ്മി റെഡി ആയിട്ടിരിക്കുകയാണല്ലോ. അപ്പൊ ഞാൻ വെറുതെ ഇങ്ങനെ വാചകം അടിച്ച് സമയം കളഞ്ഞു അല്ലെ? പറഞ്ഞു ഞാൻ പറഞ്ഞു. മിസ് സമയം കളഞ്ഞിട്ടില്ല. മിസ്സിന്റെ സംസാരം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. താങ്ക് യു. Education is the most powerful weapon which you can use to change the world. വെരി ഗുഡ്. ഈ ഒരു തോട്ട് പറയാതെ ഒരു ബാച്ച് മുന്നോട്ട് പോയിട്ടില്ല കേട്ടോ. സോ നമ്മൾ മനസ്സിലാക്കുകയാണ് എഡ്യൂക്കേഷൻ ദ മോസ്റ്റ് പവർഫുൾ വെപ്പൺ. നമുക്ക് എന്തിനും ശരിക്കും മറിയാം മോണ്ടിസോറി യൂസ് ചെയ്ത ഒരു വെപ്പൺ തന്നെയായിരുന്നു എഡ്യൂക്കേഷൻ. കാരണം അത്രയും ബുദ്ധിമുട്ടിയിരുന്നു 2 വേൾഡ് വാർ, 2 ലോകമഹായുധം കാരണം. അങ്ങനെയാണ് അവര് എഡ്യൂക്കേഷൻ എന്നുള്ള ആ ഒരു വെപ്പൺ യൂസ് ചെയ്തിട്ടാണ് മറിയാം മോണ്ടിസോറി ആ മാറ്റങ്ങൾ വരുത്തിയത്. എത്രയോ കാലങ്ങൾക്ക് മുമ്പുണ്ടായതാണ്. അത് കാലഹരണപ്പെട്ടു പോയിട്ടില്ല, കൂടുതൽ അപ്ഡേറ്റഡ് ആകുകയാണ് ചെയ്തത് മോണ്ടിസോറി മെത്തേഡ്. ഓക്കെ, ഇനി എന്തെങ്കിലും ഉണ്ടോ? Signing on. Good morning, everyone. Welcome to today's online class. I hope you all are safe, healthy, and ready to learn something new. Let us listen carefully, participate actively, and respect each other. Let's begin our class with positive energy and happy minds. പണ്ട് കോവിഡ് സമയത്ത് എല്ലാരും പരസ്പരം ചോദിക്കുന്ന ഒരു കാര്യമാണ് അലീസി ഇപ്പൊ പറഞ്ഞത്. എല്ലാരും സേഫ് ആണോ? കോവിഡ് സമയത്തും ഫ്ലഡിന്റെ സമയത്തും എല്ലാരും സേഫ് ആണോ? എല്ലാരും സേഫ് ആണോ എന്ന് വാട്സാപ്പിലും നമ്മൾ നേരിട്ട് വിളിച്ചും ഒക്കെ നമ്മൾ നമ്മുടെ ഫ്രണ്ട്സിനോടും റിലേറ്റീവ്സിനോടും ചോദിക്കുമായിരുന്നു. അപ്പൊ അത് ഞാൻ ഓർക്കുക, ആ ഒരു സമയത്ത് ഏറ്റവും കൂടുതൽ ആളുകൾ ഹായ്, ഗുഡ് മോർണിംഗ്, ഹലോ എന്നൊക്കെ പറയുന്നതിനേക്കാൾ കൂടുതൽ എല്ലാരും സേഫ് അല്ലേ, സേഫ് ആയിട്ട് ഇരിക്കുവാണോ, എന്തെങ്കിലും ആവശ്യമുണ്ടോ, അതായിരുന്നു അന്നത്തെ സമയത്ത് ഒരു ചോദ്യം. കൂടുതലും ആ ഒരു സ്റ്റേറ്റ്മെന്റ് എല്ലാരും യൂസ് ചെയ്തിരുന്നു. ഓക്കെ, അപ്പൊ നമ്മള് ഹെൽത്തിനെ കുറിച്ചായിരുന്നു നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. വെൽനെസ്സിൽ നമ്മൾ എത്തി നിൽക്കുവാണ് അല്ലെ? സോ ഞാൻ എന്റെ ബാംഗ്ലൂർ യാത്രയെ പറ്റി ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്യാൻ ആഗ്രഹിക്കുന്നു. കാരണം ഒരു ഐഡിയയും ഇല്ലാതെയാണ് മോളൊരു കോഴ്സ് അവൾക്ക് അത് ചെയ്യണം എന്ന് പറഞ്ഞപ്പോ, നമുക്കിപ്പം എഞ്ചിനീയറിംഗ്, മെഡിസിൻ, BEd, BSc, BA അങ്ങനെ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഡിപ്ലോമ കോഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും ഒരു ഐഡിയ നമുക്കുണ്ടായിരുന്നു. പക്ഷെ അവളെടുത്ത കോഴ്സിനെ കുറിച്ച് എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അത് എങ്ങനെയാ ചെയ്യാ എന്താണെന്നൊന്നും. കുട്ടി ഇങ്ങനെ കുറെ ഇങ്ങനെ നോക്കി വെച്ചിട്ട് നമ്മളോട് ഓരോ കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യും. അങ്ങനെ നമ്മൾ കുട്ടികൾ അവരുടെ ഒരു ആസ്പിരേഷൻ അവരത് ഫോക്കസ് ചെയ്യുവാണ്. എന്റെ മുന്നിൽ ആദ്യം ഉണ്ടായിരുന്ന ഒരു ചലഞ്ച് ഫണ്ടിങ്. പിന്നെ ഞാൻ ഓർത്തു, കുട്ടികൾ ഒരു പ്രൊഫഷണൽ കോഴ്സ് സെലക്ട് ചെയ്യുമ്പോൾ അവർക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടാകണം, കമ്മിറ്റ്മെന്റും ഉണ്ടാകണം. ഭയങ്കര റിച്ച് ഒന്നുമല്ല, നമ്മൾ ഭയങ്കര ഫീസ് കൊടുത്ത് അവരെ വേറെ രാജ്യത്തേക്ക് അയക്കാനോ അങ്ങനെയൊന്നും. അപ്പോ അവര് തന്നെ കണ്ടെത്തണം. എഡ്യൂക്കേഷൻ ലോൺ എടുക്കുക, അവര് തന്നെ അത് അടയ്ക്കുക. എഡ്യൂക്കേഷൻ ലോൺ എടുക്കുമ്പോൾ അവര് കൂടുതൽ റെസ്പോൺസിബിൾ ആകും. എത്രയും പെട്ടെന്ന് ഒരു ജോബ് എനിക്ക് കണ്ടെത്തണം, ഞാനിത് റീപേ ചെയ്യണം. അത് പറഞ്ഞു, എന്റെ കയ്യിൽ നിന്നെ പഠിപ്പിക്കാൻ ഇത്രയേ ഉള്ളൂ, അതിൽ കൂടുതൽ വേണമെങ്കിൽ നീ കണ്ടെത്തണം, എഡ്യൂക്കേഷൻ ലോൺ എടുക്കണം എന്ന് പറഞ്ഞു. 18 വയസ്സുള്ള കുട്ടിയോടെ പറഞ്ഞതിനും കൂടെ നിങ്ങൾ ഓർക്കണം. പക്ഷെ നമ്മളെ കൊണ്ട് അത്രയും അഫോർഡ് ചെയ്യാൻ പറ്റാത്തൊരു കോഴ്സായിരുന്നു ഏവിയേഷൻ കോഴ്സ്, പൈലറ്റ് ആവാനായിട്ട്. അതിന്റെ തിയറി ക്ലാസ്സസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്തു. ഡൽഹിയിലായിരുന്നു. അപ്പൊ തിയറി ക്ലാസ്സിന് മുമ്പ് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഉണ്ട്. അതിന് ക്ലാസ് 2 എന്നാണ് പറയുന്നത്. നമ്മുടെ റെഗുലർ ചെക്കപ്പുകളൊക്കെ ഉണ്ടല്ലോ, ബ്ലഡ്, യൂറിൻ, റൊട്ടീൻ, പിന്നെ അതുപോലെ തന്നെ അബ്ഡോമൻ സ്കാനിങ്, പിന്നെ എന്താ പറയാ കണ്ണിന്റെ ഐ ടെസ്റ്റിംഗ്, ഐ വിഷൻ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണല്ലോ. അതുപോലെ ഓഡിറ്ററി, കേൾവി, അതും വളരെ ഇമ്പോർട്ടന്റ് ആണല്ലേ.
നമ്മള് നാട്ടില് കാറോ സ്കൂട്ടറോ ഒക്കെ ഡ്രൈവിംഗ് ലൈസൻസ് എടുക്കുന്ന പോലുള്ള അതിനേക്കാൾ കുറച്ചുകൂടെ ഫോർമാലിറ്റീസും സ്ട്രിക്ട്നെസ്സും ഉള്ള ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ആണ്. അപ്പൊ അത് നമുക്ക് ഇവിടെ നമ്മുടെ നാട്ടില് അതിന്റെ ലൈസൻസിനുള്ള ഡോക്ടേഴ്സ് ഉണ്ട്, അവരെ തന്നെ നമ്മൾ കാണണം. അത് ഒരു ജില്ലയിൽ ഒരാളോ രണ്ടാളോ ഒക്കെ ഉണ്ടാവുള്ളൂ. അപ്പൊ അങ്ങനെ നമ്മൾ അത് ക്ലിയർ ചെയ്തു. ക്ലിയർ ചെയ്യുന്ന സമയത്ത് 2 ഇഷ്യൂസ് ഉണ്ടായിരുന്നു. ഒന്ന്, കുട്ടി ലാസിക് ട്രീറ്റ്മെന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു, അവൾക്ക് സ്പെക്സ് ഉണ്ടായിരുന്നു. അവൾക്ക് ബൈ ബർത്ത് അസ്റ്റിഗ്മാറ്റിസം എന്നൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു, ഫോക്കസിങ് ഇല്ല, വിഷൻ ഭയങ്കര പ്രശ്നമായിരുന്നു. ശരിക്കും ഇതിന് വിഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണല്ലോ. അപ്പൊ 18 വയസ്സ് കഴിഞ്ഞാലേ ലേസർ ട്രീറ്റ്മെന്റ് ചെയ്യാൻ പറ്റുള്ളൂ, ലാസിക് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അത് ചെയ്തത് കാരണം അവര് ഭയങ്കരമായിട്ട് കണ്ണിന്റെ ടെസ്റ്റ് ചെയ്തു. അപ്പൊ കോർണിയ സ്പെഷ്യലിസ്റ്റിന്റെ റിപ്പോർട്ടും എല്ലാം റെഡിയാക്കി ഫസ്റ്റ് കടമ്പ കഴിഞ്ഞു, ക്ലാസ് 2. അത് തിയറിക്ക് മുമ്പുള്ളത്. അങ്ങനെ തിയറി സ്റ്റാർട്ട് ചെയ്തു, ഒരു പേപ്പർ എഴുതി, അത് ക്ലിയർ ചെയ്തു. അങ്ങനെ അടുത്ത പേപ്പർ പഠിച്ച്, അങ്ങനെ 5 പേപ്പർ എന്തുകൊണ്ട് അവർക്ക്. അത് കഴിഞ്ഞിട്ട് ഫ്ലൈയിങ്ങിന് മുമ്പ് ക്ലാസ് 1 മെഡിക്കൽ എക്സാമിനേഷൻ. അത് നമ്മൾ അവരുടെ സൈറ്റിൽ, ഗവൺമെന്റിന്റെ ഒരു സൈറ്റ് ഉണ്ട്, സൈറ്റിൽ പോയിട്ട് രജിസ്റ്റർ ചെയ്യുമ്പോഴേക്കും നമ്മൾ രജിസ്റ്റർ ചെയ്ത് 27 ദിവസത്തിനുള്ളിൽ അത് ചെയ്തിരിക്കണം. അപ്പൊ നമ്മൾ രജിസ്റ്റർ ചെയ്യുന്ന സമയത്ത് നമുക്കറിയില്ല എവിടേക്കാണ് സ്ലോട്ട് അവൈലബിൾ എന്ന്. അപ്പൊ നോക്കിയപ്പോ ആസാമിലും ബാംഗ്ലൂരും ഉള്ളൂ. അപ്പൊ നമ്മളെ സംബന്ധിച്ച് നമുക്ക് എത്തപ്പെടാനും മനസ്സിലാക്കാനും പറ്റുന്ന ഒരു സ്ഥലം ബാംഗ്ലൂർ ആണല്ലോ. പിന്നെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അങ്ങനെ ഞങ്ങൾ അവിടെ ബാംഗ്ലൂർ പോയി. ഒരു വ്യാഴാഴ്ചയായിരുന്നു, 15-ാം തീയതി ആയിരുന്നു മെഡിക്കൽ എക്സാമിനേഷന്റെ ഡേറ്റ്. ഞാൻ ആസ് യൂഷ്വൽ ചിന്തിച്ചു, പലരോടും ചോദിച്ചപ്പോൾ 1 ദിവസം അല്ലെങ്കിൽ 2 ദിവസത്തിനുള്ളിൽ തീരുന്നു. അപ്പൊ വ്യാഴമുണ്ട്, വെള്ളിയുണ്ട്, പിന്നെ ശനി ഉണ്ടല്ലോ. അപ്പൊ അത് കാരണം ശനി ലേറ്റ് നൈറ്റ് ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്തു 10 മണിക്ക്. പക്ഷെ അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് അവർക്ക് ശനിയാഴ്ച അവധിയാണ്, ഹോളിഡേ ആണ്. ഈ എയർഫോഴ്സിന്റെ ഇൻഡോ എയറോസ്പേസ് മെഡിസിൻ ആ ഹോസ്പിറ്റലിലായിരുന്നു. ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. നമ്മൾ ആ ഗേറ്റിന്റെ അവിടെ സെക്യൂരിറ്റി നിൽക്കുന്ന അവിടെ ഒരു റൂം ഉണ്ട്, അവിടെ ഇരുത്തുള്ളൂ. കുട്ടി മാത്രമേ അങ്ങോട്ട് പറഞ്ഞു വിടുള്ളൂ. മൊബൈലൊക്കെ വാങ്ങിച്ചു വെക്കും. അങ്ങനെയൊക്കെയായിരുന്നു. വെള്ളം പോലും ചോദിച്ചു കഴിഞ്ഞാൽ അവര് ചോദിക്കും, നിങ്ങളുടെ കയ്യിൽ ബോട്ടിലുണ്ടോ, നിറച്ചു തരാം. അങ്ങനെയാണ്, വെള്ളം പോലും അവിടെ വെച്ചിട്ടില്ല കുടിക്കാനായിട്ട്. അത്രയ്ക്ക് ഭയങ്കര സെക്യൂരിറ്റിയും ഒക്കെ ഉള്ള സ്ഥലം. വെള്ളം ചോദിച്ചപ്പോ അയാൾ എന്നോട് പറഞ്ഞു, ബോട്ടിലുണ്ടോ മാം? ബോട്ടിൽ ഞാൻ നിറച്ചു തരാമെന്ന് പറഞ്ഞു. പിന്നെ ഞാൻ വെള്ളം പുറത്തു പോയി വാങ്ങിച്ചുകൊണ്ട് വരിക ചെയ്തു. അങ്ങനത്തെ ഒരു സ്ഥിതിവിശേഷമാണ് അവിടെ നടക്കുന്നത്. അപ്പൊ അങ്ങനെ ഇരുന്നു. ഞങ്ങള് വ്യാഴാഴ്ച ചെന്നപ്പോ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഈ പൊങ്കലിന്റെ ഹോളിഡേ ആണ്. അപ്പൊ ഇവര് വർക്കിംഗ് ആണ്, സെൻട്രൽ ഗവൺമെന്റ് ആയതുകൊണ്ട് അവിടെ സ്റ്റേറ്റിന് അവധിയാണ്. പൊങ്കൽ മറ്റേ നമ്മുടെ മകരസംക്രാന്തി ഉണ്ടല്ലോ ഇവിടെ, അതുപോലെ അവിടെ അവധിയാണ്. നമുക്ക് അവധിയൊന്നും ഇല്ലായിരുന്നു. അങ്ങനെ കണ്ണിന്റെ ഞങ്ങൾ എല്ലാത്തിന്റെയും റിപ്പോർട്ടുമായിട്ട് ചെന്നത്. ഇവളുടെ കിഡ്നിയിലൊരു ചെറിയൊരു ഓൾട്ടറേഷൻ ഉണ്ടായിരുന്നു. ലൈക്ക് കിഡ്നിയുടെ 2 സൈഡിൽ നിന്ന് നമുക്ക് യൂറിൻ ബ്ലാഡറിലേക്ക് ഇങ്ങനെ ട്യൂബ് വരും അല്ലെ, നമുക്ക് അത്രയൊക്കെ അറിയാം. അത് എല്ലാവർക്കും ഒരു ട്യൂബാണ് വരുന്നത്, മോൾക്ക് അത് 2 ട്യൂബായിട്ടാണ് വരുന്നത്. അപ്പൊ ഞങ്ങൾ ഇവിടുത്തെ ഡോക്ടറെ കാണിച്ചപ്പോ പറഞ്ഞു അത് നോർമലാണ്, നമുക്ക് 6ാമതൊരു വിരല് വരുന്ന പോലെ ഒരു നോർമലാണ്, അത് ഹെൽത്തിനെ ഒന്നും ബാധിക്കുന്നതല്ല. അങ്ങനെ യൂറോളജിസ്റ്റിന്റെ നെഫ്രോളജിസ്റ്റിന്റെ റിപ്പോർട്ട് നമ്മൾ ഇവിടെ നിന്ന് വാങ്ങിച്ചോണ്ട് ചെന്നു. അവിടെ ചെന്നപ്പോ അവര് പറഞ്ഞു കണ്ണിന്റെ കോർണിയ സ്പെഷ്യലിസ്റ്റിന്റെ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു, യൂറോളജിസ്റ്റിന്റെ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു. യൂറോഫ്ലോ മെട്രി എന്ന് പറഞ്ഞ ടെസ്റ്റ് ചെയ്യണം, അതായത് യൂറിൻ ഫ്ലോയുടെ സ്പീഡ് എടുക്കുന്ന ടെസ്റ്റ്. അപ്പം നമ്മൾ കണ്ണിന്റെ ചെന്നപ്പം ഡോക്ടർ അവൈലബിൾ ആയിരുന്നു, പക്ഷെ യൂറോളജിസ്റ്റ് അവൈലബിൾ ആയിരുന്നില്ല. ഹോസ്പിറ്റലുകൾക്കെല്ലാം അവധി, പിറ്റേ ദിവസമേ കാണാൻ പറ്റുള്ളൂ. അപ്പൊ പിന്നെ നമ്മൾ വെള്ളിയാഴ്ച രാവിലെ ചെന്ന് യൂറോളജിസ്റ്റിന്റെ റിപ്പോർട്ടെല്ലാം വാങ്ങി തിരിച്ചു ചെന്നപ്പോഴേക്കും 4 മണി 4:30 ആയപ്പോ അവര് പറഞ്ഞു നെഫ്രോളജിസ്റ്റിന്റെ റിപ്പോർട്ട് വേണമെന്ന് പറഞ്ഞു, മൺഡേ വരെ. അപ്പൊ ഞങ്ങൾ 2 ദിവസം അവിടെ സ്റ്റേ ബാക്ക് ചെയ്തു, ടിക്കറ്റ് ഒക്കെ ക്യാൻസൽ ചെയ്ത് സ്റ്റേ ബാക്ക് ചെയ്തു. മൺഡേ ചെന്ന് നെഫ്രോളജിസ്റ്റിന്റെ റിപ്പോർട്ട് എല്ലാം വാങ്ങിച്ച് അവിടെ എത്തിക്കഴിഞ്ഞപ്പോഴേക്കും മൺഡേ രാവിലെ 7:30 എത്തിയിട്ടോ. അതെ, നെഫ്രോളജിസ്റ്റിനെ നമ്മൾ ഫ്രൈഡേ കണ്ടു, സാറ്റർഡേ റിപ്പോർട്ട് കിട്ടി. മൺഡേ ഇതുമായിട്ട് ചെന്നപ്പോ പിന്നെ നമ്മുടെ ധാരണ അന്ന് പോകാൻ പറ്റുന്നതാണല്ലോ, അന്നും ടിക്കറ്റ് ബുക്ക് ചെയ്തേക്കുക. വൈകുന്നേരം 4:30 ആയപ്പോ അവർ പറഞ്ഞു ഞങ്ങളുടെ ഓഫീസ് ടൈം കഴിഞ്ഞു പോയി, അടുത്ത ദിവസം വരാൻ പറഞ്ഞു. അങ്ങനെ അഗെയിൻ ട്യൂസ്ഡേ, അപ്പൊ എനിക്ക് 8 ദിവസമായി. അങ്ങനെ ചൊവ്വാഴ്ച രാവിലെ ആയപ്പോഴേക്കും ചെന്നു. ബുധനാഴ്ച അവർക്ക് അവധിയാണ്. ഞാനിങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്, കാരണം ബുധനാഴ്ച അന്നും കിട്ടിയില്ലെങ്കിൽ ബുധനാഴ്ച നമ്മൾ സ്റ്റേ ബാക്ക് ചെയ്ത് വ്യാഴാഴ്ച പിന്നെ പറ്റും. അങ്ങനെ ഇരുന്നു. എന്തായാലും ഈവനിങ് അല്ല 12:30 ആയപ്പോഴേക്കും നമുക്ക് സൈൻ ചെയ്ത് കിട്ടി. അപ്പൊ മോള് പറയായിരുന്നു അവർ മാക്സിമം ട്രൈ ചെയ്തു എനിക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരാതിരിക്കാൻ വേണ്ടിയിട്ട്. കാരണം അവരെ സംബന്ധിച്ച് അവൾക്ക് ഇഷ്യൂസ് ആണ്. കണ്ണിന്റെ പ്രൊസീജിയർ ചെയ്തിട്ടുണ്ട്, കിഡ്നിയിൽ ഇങ്ങനെ ഒരു ഓൾട്ടറേഷൻ,
എന്നിട്ട് ആ ലേഡി ചോദിച്ചു എന്ന് പറഞ്ഞു, ഇത്രയും പ്രശ്നങ്ങൾ ഉണ്ടായിട്ട് സർട്ടിഫിക്കറ്റ് കിട്ടിയപ്പോ ഭയങ്കര സന്തോഷം തോന്നുന്നില്ലെന്ന് ചോദിച്ചു എന്ന് പറഞ്ഞു. അപ്പൊ അതായിരുന്നു കേസ്. പക്ഷെ നമ്മള് അത്രയും ദിവസം നിന്നു, ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടി. പക്ഷെ കൂടെ ഉണ്ടായിരുന്ന ഒരു മോൻ, ഇതേപോലെ തന്നെ കോഴ്സ് ചെയ്യുന്ന ഒരു മോൻ കൂർഗിന്ന് വന്നതായിരുന്നു. തലശ്ശേരിക്കാരാണ്. പക്ഷെ അവർക്ക് കൊച്ചിന് കണ്ണിന്റെ ഒരു കണ്ണിലെ കൃഷ്ണമണി അനങ്ങുന്നില്ല എന്ന് പറഞ്ഞിട്ട് അതിനെ അൺഫിറ്റ് ആക്കി. 2 മാസം കഴിഞ്ഞ് എക്സസൈസ് ചെയ്ത് കറക്റ്റ് ചെയ്ത് വരാൻ പറഞ്ഞു. വേറൊരു കൊച്ചിന് കണ്ണൂരുള്ളത് ലിവറിൽ എന്തോ ഇൻഫെക്ഷൻ, 2 ആഴ്ച മരുന്ന് കഴിച്ച് കറക്റ്റ് ചെയ്ത് വരാൻ പറഞ്ഞു. വേറൊരു കുട്ടിയുടെ കയ്യിൽ ഒരു ചരട് കെട്ടിയിട്ടുണ്ടായിരുന്നു. ഈ ചരട് കുറെ നാള് കെട്ടിയെന്ന് തോന്നുന്നു. ഒരു പാട്, ആ ചരടിനൊരു വട്ടത്തിന് എന്തോ സാധനം ആ ചരടിലുണ്ടായിരുന്നു. ആ പാട് ഇങ്ങനെ വരല് കുട്ടി സൂയിസൈഡ് അറ്റംപ്റ്റ് നടത്തിയതാണോ എന്ന് അവർക്കൊരു സംശയം. അങ്ങനെ അതിനെ സൈക്കാട്രിസ്റ്റിന്റെ അടുത്തേക്ക് വിട്ടു. അങ്ങനെ ഭയങ്കര സ്ട്രിക്റ്റ് ആയിരുന്നു. ആരെങ്കിലും നാളെ ഈ ഒരു കോഴ്സിന് കുട്ടികൾ റെഡി ആവണമെങ്കിൽ നിങ്ങൾ ഈ 2 മെഡിക്കൽ എക്സാമിനേഷൻ, ക്ലാസ് 2ഉം ക്ലാസ് 1ഉം എന്താണ് ശരിക്കും പഠിച്ചു മനസ്സിലാക്കി പോണം. അണ്ടർ വെയിറ്റ് ആണെങ്കിൽ എടുക്കില്ല, ഹൈറ്റ് തീരെ കുറവാണെങ്കിൽ എടുക്കില്ല, ഓവർ വെയിറ്റ് ആണെങ്കിലും എടുക്കില്ല. ബോഡി മാസ് ഇൻഡെക്സ് കറക്റ്റ് ആയിരിക്കണം, വിഷൻ, ഓഡിറ്ററി എല്ലാം കറക്റ്റ് ആയിരിക്കണം. ജങ്ക് ഫുഡ്സ് ഒഴിവാക്കുക. അറ്റ്ലീസ്റ്റ് ടെസ്റ്റിന് 10 ദിവസം മുമ്പ് തുടങ്ങി ജങ്ക് ഫുഡ് ഒഴിവാക്കുക. ഈ പറയുന്ന എന്താ പറയാ, ചൂടുവെള്ളം തന്നെ കുടിച്ചുകൊണ്ടിരിക്കുക എന്നൊക്കെയാണ്. അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിച്ചാലാണ് നമുക്ക് ഈ മെഡിക്കൽ എക്സാമിനേഷൻ ക്ലിയർ ചെയ്തു പോകും. ഇതേ മെഡിക്കൽ എക്സാമിനേഷൻ അപ്പോളോ ഹോസ്പിറ്റലിൽ അവർ ചെയ്യും. പക്ഷെ അവര് എന്തൊക്കെ ഇഷ്യൂസ് ഉണ്ടെങ്കിലും അവർ ടെസ്റ്റ് ക്ലിയർ ചെയ്ത് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് തരും. 40,000 50,000 രൂപ കൊടുക്കണം. നമ്മൾ ഈ ഗവൺമെന്റിന്റെ ഇൻഡോ എയറോസ്പേസ് മെഡിസിനിൽ ചെയ്യുവാണെങ്കിൽ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് അവർ ചെയ്യും. നമുക്ക് കൂടി വന്നാൽ 3,500 ചെലവാകുള്ളൂ. ബാക്കി യാത്രാ ചെലവ് വേറെ. അവിടെ ഫീസ് അത്രയേ ഉള്ളൂ. പിന്നെ നമ്മൾ ഒരിടത്ത് ഇന്റർവ്യൂവിനോ അതുപോലെ തന്നെ ജോബിനോ ഒക്കെ ആയിട്ട് നമ്മൾ കോഴ്സൊക്കെ കഴിഞ്ഞ് ചെല്ലുമ്പോൾ അപ്പോളോ ഹോസ്പിറ്റലിലാണ് ചെയ്തതെന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അവര് നമ്മളെ റിപ്പീറ്റ് ചെയ്യിക്കും. കാരണം അവിടെ ഈ ബ്രൈബിങ്, മാനിപ്പുലേഷൻ നടക്കുന്നത് കൊണ്ട്. പക്ഷെ IIM എന്നാണ് ചെയ്യുന്നതെങ്കിൽ ഒരു ക്വസ്റ്റ്യനും ഉണ്ടാവില്ല, അവർ അക്സെപ്റ്റ് ചെയ്യും. അപ്പൊ അത് ഓർക്കുക. നമ്മൾ എന്തിനു പോകുമ്പോഴും നമ്മൾ അതിന്റെ കറക്റ്റ് വേയിൽ തന്നെ പോകണം. കുട്ടികളെ ഒരു കോഴ്സിന് ചേർക്കുമ്പോൾ കോഴ്സിനെ പറ്റി എല്ലാം നല്ലപോലെ മനസ്സിലാക്കുക. നമ്മളുടെ ഒരു സാമ്പത്തിക ഇതിനെ പറ്റുന്നതാണോ, അല്ലെങ്കിൽ നമ്മൾ ഫണ്ടിങ്ങിന് നമ്മൾ എന്ത് സോഴ്സ് കണ്ടെത്തണം. അങ്ങനെ ഒരു സോഴ്സ് കണ്ടെത്തിയാൽ നമ്മൾക്കത് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ റീപേ ചെയ്യാൻ പറ്റുന്നുണ്ടോ. പിന്നെ പ്രൊഫഷണൽ കോഴ്സ് ചൂസ് ചെയ്യുമ്പോൾ കുട്ടികളിൽ ആ ഒരു റെസ്പോൺസിബിലിറ്റിയുടെ ഒരു അംശം വരണം. അവരെ റീപേ ചെയ്യുന്ന രീതിയിൽ ഒരു സോഴ്സെ നമ്മൾ കണ്ടെത്താൻ പാടുള്ളൂ. ഓക്കെ, കുട്ടികളോട് സ്നേഹമുണ്ട്, അതിന്റെ ഒരു ഭാഗം തന്നെയാണ് അത്. അവരെ കൂടുതൽ റെസ്പോൺസിബിൾ ആക്കുക. അപ്പൊ അവരവരുടെ കമ്മിറ്റ്മെന്റ് നല്ലപോലെ ചെയ്യും. അവർ ഫോക്കസ് ചെയ്യും. ജോബ് എന്നുള്ളതിലേക്ക് അവർ നല്ലപോലെ ഫോക്കസ് ചെയ്യും. അവരുടെ നല്ല പ്രായത്തിൽ തന്നെ അവർക്ക് നല്ലപോലെ ജോബ് കിട്ടും. നമ്മളതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പൊ അതൊന്ന് പറഞ്ഞേ ഉള്ളൂ കേട്ടോ. അങ്ങനെ അവിടെ പോയപ്പോ 2 ഫാമിലിയെ പരിചയപ്പെട്ടു. കൂർഗിന്ന് വന്ന അവരെ, കണ്ണൂരിൽ നിന്ന് വന്നവരെ പരിചയപ്പെട്ടു. വിളിക്കാറുണ്ട് ഇപ്പൊ. അങ്ങനെ നമുക്ക് ഓരോ യാത്രകളിലും ഓരോരോ പ്യുവർ സോൾസ് അവരുമായിട്ടൊക്കെ കണക്ഷൻ വരുന്നു. ഇപ്പൊ നിങ്ങളെ ഒരു പ്ലാറ്റ്ഫോമിൽ കണ്ടെത്തിയ പോലെ തന്നെ ഇങ്ങനെ ഓരോരോ യാത്രകളിലും ഓരോരുത്തരെ ഇങ്ങനെ കാണും. ഓക്കെ ഫൈൻ, ബാക്ക് ടു ക്ലാസ്. ചിലപ്പോ റെക്കോർഡ് കാണുന്നവർക്ക് യെസ് പ്ലീസ്. മോളിപ്പോ വർക്ക് ചെയ്യുന്നുണ്ട്? ഇല്ല, അവളിപ്പോ പഠിച്ചുകൊണ്ടിരിക്കുക. +2 കഴിഞ്ഞ് അവള് ജസ്റ്റ് ആ കോഴ്സിന് ജോയിൻ ചെയ്തിട്ടേ ഉള്ളൂ. കോഴ്സ് അവളുടെ സ്റ്റാർട്ട് ചെയ്തത് സെപ്റ്റംബറിലായിരുന്നു. പേപ്പർ ഭയങ്കര ടഫാ. ഒറ്റയടിക്ക് എഴുതിയെടുക്കാൻ പറ്റില്ല. അപ്പൊ ഒരു പേപ്പർ അങ്ങനെ എത്ര പേപ്പറാണോ സെലക്ട് ചെയ്യുന്നത് അത്രയുമേ ഫീ അടയ്ക്കുള്ളൂ. എന്നിട്ട് ഓരോ മാസവും എക്സാംസ് ഉണ്ട്. അപ്പൊ ഒരു മാസം എക്സാം ക്വാളിഫൈ ചെയ്തു. നമ്മുടെ സാധാരണ പരീക്ഷ പോലെയല്ല. ഇതിന് 70% മാർക്ക് ഇല്ലെങ്കിൽ ഫെയിലാണ്. നമുക്കിവിടെ 100ൽ 36 കിട്ടിയാൽ നമ്മൾ ജയിക്കും, അല്ലെ? അല്ലെങ്കിൽ 40 കിട്ടിയാൽ ജയിക്കും. മോഡറേഷൻ മാർക്ക് തന്ന് ജയിപ്പിക്കും. പക്ഷെ ഇത് ഭയങ്കര സ്ട്രിക്റ്റ് ആണ്. 70% താഴെ പോയാൽ എന്ന് പറഞ്ഞാൽ നമ്മൾ അങ്ങനെ ഒരു ഫെയിലിയർ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല, അല്ലെ? അപ്പൊ 70% ആണ് അവരുടെ പാസ് മാർക്ക്. 100ൽ 70 കിട്ടണം. അവൾക്ക് 86 ഉണ്ടായിരുന്നു. പക്ഷെ എന്നിട്ടും സാറ് പറഞ്ഞു അത് കുറവാണ്. 90 above കിട്ടണമായിരുന്നു എന്നൊക്കെ സാറ് പറഞ്ഞു എന്നവള് പറഞ്ഞു. ഓക്കെ, അപ്പൊ ഇതാണ് കാര്യം. അപ്പൊ നമ്മളുടെ കുട്ടികളെ നമ്മൾ ഒരു കോഴ്സിന് ചേർക്കുമ്പോൾ ആ ഒരു നല്ലപോലെ മനസ്സിലാക്കി ആ കാര്യങ്ങളെല്ലാം ചെയ്യുക. +2 വരെ നമുക്ക് ഓക്കെ ആയിരിക്കും. അല്ലെങ്കിൽ 10th കഴിയുമ്പോൾ എന്താണോ ജോബ് അല്ലെങ്കിൽ എന്തിലേക്ക് പോകണം എന്നുള്ളതിനനുസരിച്ച് നമ്മൾ +2ന്
സെലക്ട് ചെയ്യും അല്ലെ. സയൻസ് ആണെങ്കിൽ അങ്ങനെ, കമ്പ്യൂട്ടർ ആണെങ്കിൽ അങ്ങനെ, ഹ്യൂമാനിറ്റീസ് ആണെങ്കിൽ അങ്ങനെ. അല്ലാതെ എന്തിനെങ്കിലും പോയി അങ്ങ് ചേരുകയല്ല ശരിക്കും +2 തുടങ്ങി നമ്മൾ ചെയ്യേണ്ടത്. 10th നല്ല മാർക്ക് കിട്ടിയെന്ന് പറഞ്ഞിട്ട് മാത്സ് ഇഷ്ടമല്ലാത്ത ഒരു കൊച്ചിനെ കൊണ്ടുപോയി ചിലപ്പോൾ മാത്സിൽ ചേർക്കും എഞ്ചിനീയർ ആക്കാൻ വേണ്ടിയിട്ട്. പക്ഷെ ആ കുട്ടിയുടെ ആസ്പിറേഷൻ എന്താണെന്നുള്ളത് കണ്ടെത്തണം. ഡെഫിനറ്റ്ലി എനിക്ക് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ പറ്റും ആ ഒരു കാര്യത്തിന്. കാരണം ഞാൻ ഫ്രം നെക്സ്റ്റ് വീക്ക് അല്ലെങ്കിൽ അതിന്റെ അടുത്ത വീക്ക് തുടങ്ങി ഒരു കോഴ്സിന് ജോയിൻ ചെയ്യുവാണ്, കരിയർ കൺസൾട്ടന്റ് എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ശരിക്കും സയന്റിഫിക് മെത്തേഡ്സ് യൂസ് ചെയ്ത ഒരു കുട്ടിയുടെ ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കി നമ്മൾ ചില ടെസ്റ്റ് ഒക്കെ നടത്തും. ആപ്റ്റിറ്റ്യൂഡ് മനസ്സിലാക്കിയിട്ട് നമ്മൾ ആ കുട്ടിയെ കഴിവ് മനസ്സിലാക്കി അവന് ഏതിലാണ് താല്പര്യം എന്ന് മനസ്സിലാക്കിയിട്ട് അവന്റെ അഭിരുചി മനസ്സിലാക്കി നമ്മൾ ആ കുട്ടിയെ ആ വഴിക്ക് വിടുന്നത്. അപ്പൊ എനിക്ക് തോന്നുന്നു എനിക്ക് കിട്ടുന്നത് ഞാൻ എല്ലാവർക്കും പകർന്നു തരും. അപ്പൊ നിങ്ങൾക്കും നിങ്ങളുടെ മുന്നിൽ വരുന്ന കുട്ടികൾക്ക് അങ്ങനെ ചെയ്തു കൊടുക്കാം. ചില ഒത്തിരി ഇങ്ങനെ ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് പറഞ്ഞു തരാനും ആരും ഉണ്ടായില്ല, അങ്ങനെയൊന്നും ആരും ഉണ്ടായിരുന്നില്ല. കാരണം അന്നത്തെ ഒരു സാഹചര്യങ്ങളൊക്കെ അങ്ങനെയായിരുന്നു. അച്ഛനും അമ്മയൊന്നും അത്ര പഠിച്ചിട്ടൊന്നും ഉണ്ടായില്ല. അപ്പൊ അച്ഛനിങ്ങനെ എഞ്ചിനീയർ ആവണം എന്നൊരു താല്പര്യം കാരണം എന്നെ ഫോഴ്സ്ഫുള്ളി ബിടെക്കിന് വിടുമായിരുന്നു. അപ്പൊ ഞാൻ ട്രാക്ക് തെറ്റിയിട്ട് പിന്നെ ഞാൻ ട്രാക്കിലേക്ക് വന്ന ഒരാളാണ്. ആ ട്രാക്കിലേക്ക് ഞാൻ വന്നത് 40 വയസ്സായപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ. ജസ്റ്റ് എന്റെ ലൈഫ് സ്പാനിലെ കുറെ ടൈം തിരിഞ്ഞു നോക്കുമ്പോ പിന്നെ പറയുവാണെങ്കിൽ 40-ലെങ്കിലും തുടങ്ങിയല്ലോ എന്ന് ചിന്തിക്കാം. 39ാമത്തെ വയസ്സിലാണ് ഞാൻ മോണ്ടിസോറി ചെയ്തത് കേട്ടോ. ഓക്കെ, 40 വയസ്സ് തുടങ്ങി ഞാൻ സോഷ്യൽ വർക്കറായിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് പല പല ഇന്റർവെൻഷൻസ് ചെയ്യാൻ തുടങ്ങി. ക്ലാസ്സസ് എടുക്കുക എന്നുള്ളതാണ് എന്റെ ഏറ്റവും വലിയ പാഷൻ. ഏത് ഗ്രൂപ്പ് ആണെങ്കിലും ഏത് ഏജ് ഗ്രൂപ്പ് ആണെങ്കിലും ഐ എം വെരി ഹാപ്പി വിത്ത്. ഭയങ്കര ഒരു എനർജി. ഓക്കെ, സോ നമ്മൾ ബാക്ക് ടു വെൽനസ്. സോ വെൽനസ് എന്നുള്ളത് ഇതിനെല്ലാം ഡിപ്പെൻഡ് ചെയ്തിരിക്കും അല്ലെ. നമ്മുടെ വീട്ടിൽ ഒരാള് ഒരു എക്സാം എഴുതി റിസൾട്ട് കാത്തിരിക്കുമ്പോൾ നമുക്ക് എല്ലാവർക്കും ടെൻഷനാണ്. സോ നമ്മളുടെ ചുറ്റുമുള്ള ആൾക്കാരുടെ സന്തോഷം നമ്മുടെ വെൽനസിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്. നമ്മൾ അതാണ് പറഞ്ഞു വന്നത്. വെൽനസിനെ കുറിച്ച് ലിങ്ക് ഞാൻ ഷെയർ ചെയ്തിരുന്നു ക്ലാസ് റൂമിൽ. എല്ലാവർക്കും അത് കിട്ടിയിട്ടുണ്ട്. ഷിഫാൻ അത് കണ്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. ഇല്ല, ക്ലാസ് റൂമിൽ കിടക്കുന്നില്ല ആ ലിങ്ക്. പേഴ്സണൽ ഗ്രൂപ്പിൽ ആഡ് ആയിട്ടുണ്ടെങ്കിൽ ആ ലിങ്ക് ഒന്നുകൂടെ പേഴ്സണൽ ഗ്രൂപ്പിലേക്ക് ആർക്കെങ്കിലും ഷെയർ ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഒന്ന് ഷെയർ ചെയ്തേക്ക. ഞാനതൊന്ന് എടുക്കട്ടെ കേട്ടോ. നമ്മൾ വെൽനെസ് എവിടെ വരെ പറഞ്ഞു? ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ, അതാണ് തോന്നുന്നു രേവതി പറഞ്ഞത്, ഞാൻ മനസ്സിലാക്കിയത് അങ്ങനെയാ. താല്പര്യം ഉണ്ടെങ്കിൽ യു പീപ്പിൾ ക്യാൻ ലീഡ് ദ ക്ലാസ്. നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം. ആരാ റെഡി ആയിട്ടുള്ളത്? എനിവൺ പ്ലീസ്? ആരുമില്ല? ഞാനിങ്ങനെ സൈഡിൽ ഇരിക്കാന്ന് വിചാരിച്ച് വന്നതായിരുന്നു. മിസ്സേ സ്പിരിച്വൽ വെൽനസ് ആണ് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞത്. അല്ല, സോഷ്യൽ വെൽനസ് വരെ പറഞ്ഞു. ഓക്കെ, അപ്പൊ ഞാൻ പറഞ്ഞിരുന്നു നിങ്ങളൊന്ന് വായിച്ച് ഒന്ന് പ്രിപ്പയർ ചെയ്ത് വരുവാണെങ്കിൽ നിങ്ങൾക്കും ക്ലാസ് എടുക്കാമെന്ന് അല്ലേ? ആരുള്ളേ? ഞാൻ എടുക്കാം. ആ, വെരി ഗുഡ്. ഏതാ എടുക്കാൻ പോന്നെ? ഇന്റലക്ച്വൽ വെൽനസ്. ഓക്കെ, നമുക്ക് കേൾക്കാം. നമുക്ക് കൂടുതലായിട്ട് എന്തെങ്കിലും എക്സ്പീരിയൻസസും എന്തെങ്കിലും കാര്യങ്ങൾ ആഡ് ചെയ്യാനുണ്ടെങ്കിൽ ഐശ്വര്യ പറഞ്ഞതിന് ശേഷം നമുക്ക് അതിലേക്ക് ആഡ് ചെയ്യാം. യെസ് പ്ലീസ്. Dr. Bill Helack's 6 dimension of wellness model states the intellectual wellness dimension recognize. പേജ് നമ്പർ ഒന്ന് പറയാമോ? നമുക്ക് നമ്മുടെ ഫസ്റ്റ് യൂണിറ്റില് വെൽനസ് എന്നൊരു ടോപ്പിക് ഉണ്ട്. പക്ഷെ നമുക്ക് 1-2 സെന്റൻസേ ആ ഒരു നമ്മുടെ ടെക്സ്റ്റിലെ ടോപ്പിക്കിനെ പറ്റി പറഞ്ഞിട്ടുള്ളൂ. നമുക്ക് തോന്നി നമുക്കത് കൂടുതലായിട്ടൊന്ന് അറിയണത് നന്നായിരിക്കും തോന്നി. കാരണം വെൽനസ് അല്ലേ നമ്മുടെ ക്ഷേമം, മലയാളത്തിൽ പറയുകയാണെങ്കിൽ സുഖം, സന്തോഷം, സമാധാനം എല്ലാം കൂടെ ചേർന്നൊരു അവസ്ഥ. അതാണ് ഞാനൊരു കാര്യം ചെയ്യാം, ഷിഫാനയ്ക്ക് ഞാനതൊന്ന് അയച്ചു തരാം. സോ ആ ലിങ്ക് ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷിഫാനയ്ക്ക് അത് കിട്ടും. ഞാൻ വാട്സപ്പിൽ ഷെയർ ചെയ്തിട്ടുണ്ട്. ഷിഫാന ഇനി ക്ലാസ് ഗ്രൂപ്പിൽ ചെന്ന് അലീമ ഇത് എല്ലാവരും പേജ് നമ്പർ ചോദിക്കുക. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ വെൽനസ് എന്ന് പറഞ്ഞൊരു ടോപ്പിക് എടുത്തിരുന്നു. നമ്മുടെ ടെക്സ്റ്റിലെ വെൽനസ് വളരെ കുറവാണ്. നമുക്ക് കുറച്ചുകൂടെ കാര്യങ്ങൾ അറിയണമെന്ന് നമുക്ക് നല്ല ആഗ്രഹമുണ്ട് എല്ലാ കാര്യങ്ങളെ കുറിച്ചും. അപ്പൊ അതുകൊണ്ട് ഒരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ടായിരുന്നു നിങ്ങളുടെ ഒഫീഷ്യൽ ഗ്രൂപ്പിൽ, ക്ലാസ് റൂമിൽ അല്ലെ? ക്ലാസ് റൂമിലല്ലേ വന്നത്? ക്ലാസ് റൂമിൽ വന്നിട്ടുണ്ട്. നമ്മുടെ ടെക്നിക്കൽ സപ്പോർട്ട് രാഖിയാണ് അത് ഷെയർ ചെയ്ത് തരുന്നത് ക്ലാസ് റൂമിൽ.
അപ്പൊ രാഖി അത് അപ്പൊ തന്നെ ഷെയർ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ അതിൽ നിന്ന് കഴിഞ്ഞ കുറെ കാര്യങ്ങൾ നമ്മൾ അതിൽ പറഞ്ഞു. ഫിസിക്കൽ വെൽനസ്, ഇമോഷണൽ വെൽനസ്, സോഷ്യൽ വെൽനസ് ഒക്കെ പറഞ്ഞ് നമ്മൾ പറഞ്ഞുപോയി. അതിലെ അടുത്ത കാറ്റഗറി പല ഫേസസ് ഉണ്ട് വെൽനസ്സിന്. നിങ്ങൾക്ക് വായിച്ചാൽ മനസ്സിലാകുന്നേ ഉള്ളൂ. സോ ഐശ്വര്യ ഇപ്പൊ നമ്മളോട് ഇന്റലക്ച്വൽ വെൽനസ്, റൈറ്റ്? അതല്ലേ ഐശ്വര്യ എടുക്കുന്നേ? ഇന്റലക്ച്വൽ വെൽനസ് ഇപ്പൊ എടുക്കുന്നുണ്ട്. ഷിഫാനിക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റുന്നുണ്ടോ ലിങ്ക്? കിട്ടി. ഓക്കെ, വെരി ഗുഡ്. ഓക്കെ, പ്ലീസ് ഐശ്വര്യ. Dr. Bill Hillers 6 dimension of wellness model states the intellectual wellness dimension recognize one's creative, stimulating mental activities. A well person expand his or her knowledge and skill while discovering the potential from sharing his or her gifts with other. According to the same wellness model, the principles of the dimension are as follows. It is better to and challenge our mind within intellectual and creative pursuits, then to become self-satisfied and unproductive. It is better to identify potential problems and choose appropriate courses or action based on available information, them to wait, worry and content with major concerns later. യെസ്, പ്ലീസ് എക്സ്പ്ലെയിൻ. ഞങ്ങൾക്ക് ഇത് പറഞ്ഞു തരൂ. ക്ലാസ് എടുക്കേണ്ടത് അങ്ങനെയല്ല മാം. ഇന്റലക്ച്വൽ വെൽനസ് എന്ന് വെച്ച ഭൗതിക അല്ലേ? പറഞ്ഞോ. ഇവിടെ ശരി തെറ്റ് അങ്ങനെയൊന്നുമില്ല. പ്ലീസ് കണ്ടി. അയ്യോ, അത്രയൊന്നും അറിഞ്ഞൂടാ. നോ പ്രോബ്ലം. ഐശ്വര്യക്ക് അറിയാവുന്ന കാര്യങ്ങളൊക്കെ ആഡ് ചെയ്ത് കഴിഞ്ഞോ? അപ്പൊ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്തു, ഞങ്ങൾ എല്ലാരും കേട്ടു. ഓക്കെ, ഐശ്വര്യക്ക് എന്താ തോന്നുന്നതെന്നുള്ളതൊന്ന് ആഡ് ചെയ്യാൻ പറ്റുമോ അതിനകത്ത്? ഇത് ഡോക്ടർ ബിൽ ഹില്ലസിന്റെ 5ാമത്തെ ഡയമെൻഷനിൽ ഉൾപ്പെട്ടതാണ് ഇന്റലക്ച്വൽ വെൽനസ്. ഓക്കെ, ഇന്റലക്ച്വൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ് ശരിക്കും? നമ്മുടെ ബുദ്ധി, അല്ലെ? നമ്മൾ ഓരോ സിറ്റുവേഷൻസിനനുസരിച്ച് നമ്മൾ പെരുമാറുന്നവരാണ് നമ്മൾ, ശരിയല്ലേ? നിങ്ങൾക്ക് ക്ലാസ് 11:30 to 12:30 ഉണ്ട്. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മൾ മോർണിംഗ് എണീക്കുന്ന ടൈം തുടങ്ങി നമ്മൾ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്യും. കാരണം ക്ലാസ്സിൽ കയറാൻ നമ്മൾ വിചാരിക്കുന്നുണ്ടെങ്കിൽ 11:30ക്ക് മുമ്പ് എനിക്ക് ചെയ്യാനുള്ള കാര്യങ്ങൾ എനിക്ക് ഷെഡ്യൂൾ ചെയ്യണം. അപ്പൊ നമ്മൾ അത് ഷെഡ്യൂൾ ചെയ്ത് കറക്റ്റ് 11:30 ആകുമ്പോൾ ക്ലാസ്സിൽ വന്നിരിക്കുന്നു. പിന്നെ നിങ്ങൾക്ക് ഒരു ഫ്ലെക്സിബിലിറ്റി ഉള്ളത്, നമ്മൾ ഒട്ടും നിർബന്ധമില്ല ഓഡിയോ ഓൺ ചെയ്യണമെന്നോ വീഡിയോ ഓൺ ചെയ്യണമെന്നോ നിർബന്ധമില്ല. സോ നിങ്ങൾ ഷെഡ്യൂൾ ചെയ്തു. പക്ഷെ ഇൻ ബിറ്റ്വീൻ നിങ്ങൾക്ക് പെട്ടെന്ന് വേറൊരു വർക്ക് ചെയ്യേണ്ടതായിട്ട് വരും. ഫോർ എക്സാമ്പിൾ, ആരോ ഗസ്റ്റ് വരുന്നു, സോ നിങ്ങൾക്ക് പായസം ഉണ്ടാക്കണം. സോ ക്ലാസ് ഓൺ ചെയ്ത് വെച്ചിട്ട് പായസം ഉണ്ടാക്കാനുള്ള ഒരു സമയം നമുക്ക് അവിടെ ഉണ്ടല്ലേ. സോ നമ്മൾ പ്ലാൻ ചെയ്യുവാണ് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത്. നമ്മൾക്ക് ആ ഒരു സെൻസ് ഉള്ളത് കൊണ്ടാണ്, റൈറ്റ്? നമ്മളൊരു കാര്യം മനസ്സിലാക്കുമ്പോൾ ഒരു പ്രശ്നം നമ്മൾക്ക് വരുവാണ്, പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമ്മളത് സോൾവ് ചെയ്യുന്നു. ഇത്രയേ ഉള്ളൂ. വി ക്യാൻ സോൾവ് ദിസ്. അങ്ങനെ നമ്മൾ യൂസ് ചെയ്യും. നമ്മൾക്ക് ചിലപ്പോൾ സ്റ്റിച്ച് ചെയ്യാൻ അറിയായിരിക്കും, പെയിന്റിങ് അറിയായിരിക്കും, ക്രാഫ്റ്റ് വർക്ക് അറിയായിരിക്കും, ആർട്ടിസ്റ്റിക് ആയിട്ടുള്ള എന്തെങ്കിലും കാര്യങ്ങൾ അറിയായിരിക്കും, കുക്കിംഗ് അറിയായിരിക്കും, ഭയങ്കര വെറൈറ്റി ഫുഡ് വളരെ ഇന്നോവേറ്റീവ് ആയിട്ട് ചെയ്യാൻ അറിയായിരിക്കും. നമ്മൾക്ക് ഈ അറിയാവുന്ന നമ്മുടെ ഉള്ളിൽ തന്നെ വെച്ചുകൊണ്ടിരിക്കുവാണോ നമ്മൾ ചെയ്യാറ്? നമ്മൾ മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കും. അതാണ് ഒരു ഇന്റലക്ച്വൽ വെൽനസ് എന്ന് പറയുന്നത്. നമ്മൾക്ക് പ്രോബ്ലമിനെ സോൾവ് ചെയ്യാൻ പറ്റുകയും ക്രിയേറ്റീവായിട്ട് നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാനും ചെയ്യാനും പറ്റുകയും ചെയ്യും. അത് മാത്രല്ല, നമ്മൾക്ക് കിട്ടിയ അറിവ് നമ്മൾ മറ്റുള്ളവരിലേക്ക് പകർന്നും കൂടെ കൊടുക്കുന്നു. ഇത് കൂടെ വരുമ്പോഴാണ് ഈ ഒരു വെൽനസ് കംപ്ലീറ്റ് ആവുന്നത്.
ഇതിന്റെ ഒരു ചുരുക്കം ബ്രീഫിംഗ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോ അത് മാത്രല്ല, നമുക്ക് ഏതൊരു സിറ്റുവേഷനിലും എങ്ങനെ പെരുമാറണം എന്നുള്ള ഒരു സെൻസ് നമുക്കുണ്ട്. നമുക്കറിയാം ഇതൊരു ഓൺലൈൻ ക്ലാസ് ആണ്, വിർച്വൽ പ്ലാറ്റ്ഫോം ആണ്. ഞാൻ എന്റെ ഓഡിയോ മ്യൂട്ട് ചെയ്യാതെ ഓൺ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എന്റെ പേഴ്സണൽ സ്പേസിൽ ഇരുന്നാണ് ഞാൻ ക്ലാസ് കേൾക്കുന്നത്. സോ ചിലപ്പോ എന്റെ പല പേഴ്സണൽ കാര്യങ്ങളും മറ്റുള്ളവർ കേൾക്കാൻ ഇടയാകും. സോ ഞാൻ ശ്രദ്ധിക്കണം, ഞാൻ അലേർട്ട് ആവണം, ഞാൻ ഓഡിയോ മ്യൂട്ട് ചെയ്യാൻ നമുക്കൊരു ധാരണ ആദ്യം തുടങ്ങി കിട്ടും. ഒക്യുപേഷണൽ വെൽനസ് ഞാൻ ചെയ്യാം. വെരി ഗുഡ് അലീസ. ഓക്കെ, അതിലേക്ക് വേഗം വരാം. അപ്പൊ ഇത് വേഗം പറയാം, അലീസയെ കേൾക്കുന്നുള്ളൂ. ഓക്കെ, അപ്പൊ അങ്ങനെ നമുക്ക് അറിയാം നമുക്ക് ആ സിറ്റുവേഷനിൽ പിന്നെ എനിക്കൊരു കാര്യം ഷെയർ ചെയ്യണം, അതെനിക്ക് ഷെയർ ചെയ്തില്ലെങ്കിൽ എനിക്കൊരു സമാധാനം കിട്ടില്ല. സോ നമ്മൾ വേഗം ഓഡിയോ ഓൺ ചെയ്യുന്നു, എനിക്കൊരു കാര്യം പറയാനുണ്ടെന്ന് നമ്മൾ പറയുമ്പോഴേക്കും ഞങ്ങൾ ബാക്കി എല്ലാവരും കേട്ടിരിക്കും. സോ അതൊക്കെ നമ്മളുടെ ഇന്റലക്ച്വൽ ലെവൽ തന്നെയാണ്. ഇതെല്ലാം അതിൽ പെടും, ഓരോ സിറ്റുവേഷനിലും എങ്ങനെ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നു എന്നുള്ളത്. ഓക്കെ, നമുക്ക് കുറെ പഠിക്കാനുണ്ട്, എക്സാം ഉണ്ട്. പക്ഷെ വളരെ കാലം കൂടിയിട്ട് നമ്മളുടെ ഒരു സുഹൃത്ത് നമ്മളുടെ വീട്ടിലേക്ക് വരിക, എനിക്ക് പഠിക്കാനുണ്ട് വരണ്ടാന്ന് നമ്മൾ പറയില്ല. നമ്മൾ ആ സിറ്റുവേഷനെ മാനേജ് ചെയ്യും. അതായത് പഠിക്കാനുള്ളത് എന്റെ കാര്യം, പക്ഷെ എനിക്ക് വളരെ വേണ്ടപ്പെട്ട ആളുമാണ്. അപ്പൊ ഞാൻ ഷെഡ്യൂൾ ചെയ്യുന്നു. നമ്മുടെ ബുദ്ധിയാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ടൈം എല്ലാവർക്കും ഒരേപോലെയാണ്, നമ്മളത് ശരിയായ രീതിയിൽ അത് യൂസ് ചെയ്യുന്നു ആ ഒരു ടൈം. ഇതെല്ലാം നമ്മളുടെ ഇന്റലക്ച്വൽ ലെവലിൽ നമുക്ക് കിട്ടുന്ന നോളജും സ്കില്ലും നമ്മൾ ആ ഷെയർ ചെയ്യും. അതും കൂടെ ശരിക്കും അതൊരു ഗിഫ്റ്റഡ് പേഴ്സൺ ആണ് അങ്ങനെ ചെയ്യുന്നത്, അല്ലെ? ഇപ്പൊ നിങ്ങളിപ്പോ കുറെ പേര് നേരിട്ട് കണ്ടിട്ടും കൂടിയില്ല, പക്ഷെ ആദ്യമായിട്ട് ചിലപ്പോൾ ചിലര് ജോയിൻ ആവാൻ ലേറ്റ് ആയിട്ടുണ്ടാവും. അപ്പൊ അവർക്ക് ഭയങ്കര കൺസേൺസ് ഉണ്ടായിരിക്കും, നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിൽ വന്ന് ഭയങ്കരമായിട്ട് ഡൗട്ട്സ് ഒക്കെ ചോദിക്കും. അപ്പൊ നമ്മള് അവരിലേക്ക് എല്ലാം ഷെയർ ചെയ്ത് കൊടുക്കും. ഫസ്റ്റ് ബാച്ച് തുടങ്ങി എല്ലാ ബാച്ചുകളിലും കാണുന്ന ഒരു കാര്യമായിരുന്നു, കുറേ പേര് നല്ല ഏജ്ഡ് ആയിട്ട്, മീൻസ് വലിയ കുട്ടികളൊക്കെ ഉള്ളവരുണ്ട്, ചിലർ യങ്സ്റ്റേഴ്സ് ഉണ്ട്. അപ്പൊ ഈ ചെറിയ പിള്ളേർ എന്താ ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീറ്റ് നോട്ട്സ് നല്ലപോലെ പ്രിപ്പയർ ചെയ്തിട്ട് ചേച്ചിമാർക്ക് കൊടുക്കും. അപ്പൊ ഞാനിങ്ങനെ അത് ഇങ്ങനെ അറിഞ്ഞപ്പോ ഞാനിങ്ങനെ പറഞ്ഞു, അത് നല്ലൊരു കാര്യമാണ്, സപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷെ അത് ഡിസേർവിങ് ആണോ എന്നും കൂടെ നിങ്ങൾ നോക്കണം. കാരണം ചിലര് മടി പിടിച്ചിരിക്കുമല്ലോ. നമ്മൾ തന്നെ ചിന്തിക്കുന്നതാണ് നമ്മുടെ നോട്ട്സിൽ വരുന്നത്. എനിക്ക് ഓരോരോ ചാപ്റ്റർ കഴിയുമ്പോൾ നിങ്ങൾക്ക് നോട്ട്സ് തരാം, പക്ഷെ അപ്പം ഞാൻ മാത്രമേ ചിന്തിക്കുള്ളൂ, നിങ്ങൾ ആരും ചിന്തിക്കില്ല. നിങ്ങൾ എല്ലാവരും ആ നോട്ട്സ് ഫോളോ ചെയ്യും. നമ്മൾ ചെറുപ്പം തുടങ്ങി പഠിച്ച കാര്യങ്ങൾ അത് തന്നെയായിരുന്നു, അല്ലെ? അതായത് സബ്ജക്ട് സ്റ്റഡിങ് ആയിരുന്നു. കുറെ കഴിയുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുന്നത് പഠിക്കേണ്ടത് ഇങ്ങനെയല്ല എന്നുള്ളത്. അപ്പോഴാണ് നമ്മൾ നമ്മുടെ ഓൺ സ്റ്റൈലിൽ പഠിക്കാൻ തുടങ്ങുന്നത്. അത് നമ്മുടെ ഇന്റലക്ച്വലുമായിട്ട് കണക്റ്റഡ് ആണ്. നമ്മുടെ ഐഡിയാസ്, നമ്മുടെ ക്രിയേറ്റിവിറ്റി വെച്ചിട്ട് നമ്മൾ പഠിക്കാൻ തുടങ്ങും. അപ്പോഴാണ് നമ്മൾ മനസ്സിലാക്കുന്നത് എന്റെ വഴി ഏതാണെന്നുള്ളത്. ഇപ്പോഴത്തെ കുട്ടികളത് നേരത്തെ തന്നെ മനസ്സിലാക്കും. എനിക്ക് ഏതാണ് ഫോക്കസ് ചെയ്യേണ്ടതെന്നുള്ളത് അവർ നേരത്തെ മനസ്സിലാക്കും. എനിക്ക് അതാണ് പലപ്പോഴും എല്ലാത്തിനും A+ കിട്ടുന്ന കുട്ടിനെ കൊണ്ടുപോയിട്ട് മെഡിസിനോ അല്ലെങ്കിൽ എഞ്ചിനീയറിങ്ങിനോ ചേർക്കും. പക്ഷെ കുട്ടിക്ക് അവിടെ ചിലപ്പോൾ ബയോളജിയോട് ഇഷ്ടം ഉണ്ടാവില്ല, അല്ലെങ്കിൽ മാത്സിനോട് ഇഷ്ടം ഉണ്ടാവില്ല. കുട്ടിയുടെ ഇഷ്ടം ചിലപ്പോൾ കൊമേഴ്സ് സൈഡിലായിരിക്കും. എന്താണ് അവർക്ക് ഇൻട്രസ്റ്റ്, അതിലേക്ക് അവരെ ഡീവിയേറ്റ് ചെയ്യുകയാണ്. കാരണം അതിൽ അവർ ഷൈൻ ചെയ്യും, അല്ലെങ്കിൽ അവർ ഭയങ്കര ഡൗൺ ആയി പോകും. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ ഈ നമ്മൾക്ക് കിട്ടുന്ന ഈ ഇന്റലക്ച്വൽ ആ ഒരു പൊട്ടൻഷ്യൽ നമ്മളത് നല്ല പോലെ ക്രിയേറ്റീവായിട്ട് യൂസ് ചെയ്ത് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുക. ഇതിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഓരോ ക്ലാസ്സിലും കുട്ടികൾ ചെയ്യുന്നത് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാല്, ഞാൻ പറയും എല്ലാവർക്കും ക്ലാസ്സിൽ കയറാൻ പറ്റില്ല. റെക്കോർഡ് ക്ലാസ്സിലും കയറാൻ ചിലപ്പോൾ മുഴുവൻ ഇരുന്ന് 1 മണിക്കൂർ, ഇപ്പൊ എന്നെ പോലുള്ളവരാണെങ്കിൽ ഇരുന്ന് കഥ പറയലാണല്ലോ, മുഴുവൻ ഇരുന്ന് 1 മണിക്കൂർ കേൾക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ ബോറടിക്കും. ലൈവ് ക്ലാസ്സിൽ കേൾക്കാൻ ഇഷ്ടമായിരിക്കും, പക്ഷെ റെക്കോർഡ് ക്ലാസ്സിൽ ഇവര് ക്ലാസിന്റെ സബ്ജക്റ്റിന്റെ നോക്കിയായിരിക്കും വരുന്നത്, അല്ലെ? അപ്പൊ ഇങ്ങനെ കേൾക്കുമ്പോൾ ചിലപ്പോൾ അത്ര താല്പര്യം ഉണ്ടാവില്ല. അപ്പൊ ഞാൻ കുട്ടികളോട് പറയുന്ന ഒരു കാര്യമുണ്ട്, നിങ്ങൾ അന്നത്തെ ക്ലാസ് ഒന്ന് ബ്രീഫ് ചെയ്തിട്ട് ക്ലാസ്സിലിടുക, നിങ്ങളുടെ ഗ്രൂപ്പിലിടുക, നിങ്ങളുടെ പേഴ്സണൽ ഗ്രൂപ്പിലിടുക. അപ്പൊ റെക്കോർഡ് ക്ലാസ് കാണാൻ വരുന്നവർക്ക് അല്ലെങ്കിൽ ക്ലാസ്സിൽ കയറാത്തവർക്ക് നോക്കുമ്പോൾ ഇന്ന് ഈ ടോപ്പിക്സ് എല്ലാമാണ് എടുത്തത്. ഞാൻ ഈ കോഴ്സിനെ പറ്റി പറഞ്ഞത്, ഞാൻ അല്ലാതെ പറഞ്ഞതെല്ലാം നിങ്ങളിങ്ങനെ നിങ്ങളുടേതായ രീതിയിൽ ബ്രീഫ് ചെയ്തിടുക. ഇടുമ്പോൾ ക്ലാസ്സിൽ കയറാൻ പറ്റാത്തവർക്കും റെക്കോർഡ് ക്ലാസ് കാണുന്നവർക്കും അപ്പൊ അവർ വിചാരിക്കുക എന്നാ പിന്നെ സ്കിപ്പ് ചെയ്ത് കാണാലോ, വേണ്ടുന്ന കാര്യങ്ങൾ മാത്രം ഞാൻ കേട്ടാൽ മതി എന്ന് വെച്ച് സ്കിപ്പ് ചെയ്തവർക്ക് കാണാം. അപ്പൊ അവരുടെ ടൈം നമുക്ക് സേവ് ചെയ്യാൻ പറ്റും. അപ്പൊ അങ്ങനെ ചെയ്യും. ആർക്ക് വേണമെങ്കിലും ചെയ്യാം, അത് ചെയ്യാം. പിന്നെ ചിലർക്ക്
എന്തെങ്കിലുമൊക്കെ ഫിസിക്കൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. പ്രഗ്നന്റ് ആയവരുണ്ടാവുമായിരിക്കും കേട്ടോ. അവർക്ക് എപ്പോഴും ഇരുന്ന് ഇങ്ങനെയൊക്കെ കേൾക്കാൻ പറ്റില്ല. അപ്പൊ അവരെയൊക്കെ ഒന്ന് ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾ എന്തെങ്കിലുമൊക്കെ ഷെയർ ചെയ്യുന്നത് നന്നായിരിക്കും. അപ്പൊ നല്ലൊരു അറ്റ്മോസ്ഫിയർ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഉണ്ടാവണം, നല്ലൊരു എൻവയോൺമെന്റ്. ക്ലൈമറ്റ് എന്ന് നമ്മൾ പറയുന്നത് നല്ലൊരു ക്ലൈമറ്റ് ആയിരിക്കണം. തമ്മില് കോൺഫ്ലിക്ട്സ്, കൺഫ്യൂഷൻസ് അത് ഉണ്ടാകാതെ നോക്കുക. അഥവാ ഉണ്ടായാൽ അതിനെ വളരെ ഹെൽത്തി ആയിട്ട് അതിനെ ഡീൽ ചെയ്യുക കേട്ടോ. വഴക്കുകളൊന്നും പാടില്ല. കോൺഫ്ലിക്ട്സ് ഒക്കെ വെച്ചിട്ട് നമുക്കൊരു ടെൻഷൻ ഉണ്ടാക്കും, നമ്മുടെ വെൽനെസ്സിനെ ബാധിക്കും. ഓക്കെ, അപ്പൊ നമ്മളുടെ അറിവ്, നമ്മളുടെ സ്കില്ല് മറ്റുള്ളവരിലേക്ക് പകർന്നു കൊടുക്കുന്നു. അതിനൊരു ചാൻസ് എല്ലാ ബാച്ചിലും കൊടുത്തിരുന്നു. അതായത് നമുക്ക് കുട്ടികളെ കൊണ്ട് കുഞ്ഞു കുഞ്ഞു ആർട്ട് ആൻഡ് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യിക്കുന്നത് നന്നായിരിക്കും അല്ലെ. നമ്മുടെ ബാച്ചിൽ ആരെങ്കിലും ഉണ്ടാവും നല്ല പോലെ ആർട്ട് ക്രാഫ്റ്റ് വർക്കുകൾ ചെയ്യുന്നവര്. ഒരു ക്ലാസ് അല്ലെങ്കിൽ 2 ക്ലാസ് വേണോ ആ ഒരു സെഷൻ അവർക്ക് വേണ്ടി കൊടുക്കും. അന്നത്തെ ദിവസം അവര് നമ്മളെ പഠിപ്പിക്കും. ഞാനും നമുക്ക് പ്രീവിയസ്ലി അവർ ഇന്ന മെറ്റീരിയൽ കൊണ്ടുവരണം, അധികം കോസ്റ്റ് ഒന്നും ഇല്ലാത്ത മെറ്റീരിയൽ വെച്ചിട്ടുള്ളതായിരിക്കും. അത് കൊണ്ടുവന്ന് ഞങ്ങൾ എല്ലാവരും കൂടെ ക്ലാസ്സിലിരുന്ന് ചെയ്യും. അപ്പൊ അന്നത്തെ ദിവസം അവരുടെ ഡേ, അവര് നമ്മളെ എല്ലാം പഠിപ്പിച്ചു തരും. നമുക്കത് ചെയ്യാം. സ്കൂളിൽ പോകുമ്പോൾ കുട്ടികളെ കൊണ്ട് ചെയ്യിക്കും. അതാണ് ഇന്റലക്ച്വൽ വെൽനസ്. നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ സ്കിൽ, നമ്മൾ സമ്പാദിച്ച നോളജ് ഇത് മറ്റുള്ളവർക്കും കൂടെ പകർന്നു കൊടുക്കും. ഒരാൾക്ക് അറിവുണ്ട് എന്ന് കരുതി അയാൾ മിണ്ടാതെ ഒരു ഭാഗത്തിരുന്നു കഴിഞ്ഞാൽ സൊസൈറ്റിക്ക് അതുകൊണ്ടൊരു ബെനിഫിറ്റ് ഉണ്ടോ അല്ലെ. മറ്റുള്ളവരിലേക്ക് അത് പകർന്നു കൊടുക്കുമ്പോൾ, ട്യൂഷൻ എടുക്കുമ്പോൾ അല്ലെ, കുറെ കുട്ടികൾക്ക് കുറെ കൂടെ നന്നായി കാര്യങ്ങൾ മനസ്സിലാക്കും. ട്യൂഷൻസ് ഒത്തിരി ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അങ്ങനെ കുട്ടികളെ. ചിലപ്പോ സ്കൂളിൽ നിന്ന് കിട്ടുന്നത് അവർക്ക് പറ്റാതെ വരും. കാരണം സ്കൂളിലെ ടീച്ചർക്ക് എല്ലാ കുട്ടികളെയും ശ്രദ്ധിക്കാതെ വരുമ്പോഴാണ് പലപ്പോഴും പാരന്റ്സ് കൊണ്ടുപോയി, അല്ലെങ്കിൽ കുട്ടി ഡിമാൻഡ് ചെയ്യുന്നത് എനിക്ക് ട്യൂഷന് പോകണം. ചിലപ്പോൾ 1 സബ്ജക്റ്റിനായിരിക്കും, 2 സബ്ജക്റ്റിനായിരിക്കും, 3 സബ്ജക്റ്റിനായിരിക്കും, ചിലപ്പോൾ എല്ലാ സബ്ജക്റ്റിനായിരിക്കും. അപ്പൊ ഇങ്ങനെ ഡിമാൻഡ് ചെയ്യുമ്പോൾ ട്യൂഷൻ ക്ലാസ്സിലാകുമ്പോൾ ആ കുട്ടിയെ പ്രത്യേകം ശ്രദ്ധിക്കുന്നു. കുട്ടിയുടെ കുറവും കൂടുതലും മനസ്സിലാക്കിയിട്ടായിരിക്കും ആ ഒരു ട്യൂഷൻ ടീച്ചർ കുട്ടിയെ പഠിപ്പിക്കുന്നത്. നമ്മുടെ പല ടീച്ചേഴ്സും നല്ലപോലെ ട്യൂഷൻ എടുക്കുന്ന ടീച്ചേഴ്സാണ് കേട്ടോ നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്നത്. ഞാൻ ട്യൂഷൻ എടുക്കുന്നില്ല, പറയാണ് നമ്മുടെ മറ്റു പല ടീച്ചേഴ്സും നല്ല രീതിയിൽ ട്യൂഷൻ എടുക്കുന്ന, കുറെ വർഷങ്ങളായി ട്യൂഷൻ എടുക്കുന്ന ടീച്ചേഴ്സാണ്. അപ്പൊ അത്രയും വർഷങ്ങൾ അവർ എസ്റ്റാബ്ലിഷ് ആകണമെങ്കിൽ അവരുടെ ആ ഒരു ട്യൂഷന്റെ ഒരു ക്വാളിറ്റി കൊണ്ട് തന്നെയായിരിക്കും അല്ലെ. അപ്പൊ ഇതാണ് വെൽനസ്. പിന്നെ എന്തെങ്കിലും ഒരു ചലഞ്ച്, ഒരു പ്രോബ്ലം വന്നു കഴിഞ്ഞാൽ നമുക്കത് സോൾവ് ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നത് നമ്മുടെ ഇന്റലക്ച്വൽ ലെവൽ കൊണ്ട് തന്നെയാണ്. അതാണ് പോയിന്റ്സ് ആയിട്ട് അവിടെ പറയുന്നത്. അങ്ങനെയാകുമ്പോൾ നമ്മൾ വളരെ സെൽഫ് സാറ്റിസ്ഫൈഡ് ആകും. ഇപ്പൊ ഒരു പ്രശ്നം വന്നു, എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ ഞാൻ ഭയങ്കര ഡിസ്റ്റർബ്ഡ് ആയി പോകൂലെ. അല്ലെങ്കിൽ അതേസമയം എനിക്കത് സോൾവ് ചെയ്യാൻ പറ്റിയാൽ ഞാൻ വളരെ സാറ്റിസ്ഫൈഡ് ആവും. വേറൊരാൾക്ക് വേണ്ടി ചെയ്തു കൊടുക്കുമ്പോൾ അതിനേക്കാൾ കൂടുതൽ സന്തോഷം കിട്ടും, സാറ്റിസ്ഫാക്ഷൻ കിട്ടും. നമ്മൾ ചില ഫ്രണ്ട്സ് ഉണ്ടാവാറില്ലേ, എന്തെങ്കിലും പ്രശ്നം വന്ന് ടെൻഷൻ ആകുമ്പോഴേക്കും നമ്മുടെ ആ ഫ്രണ്ട് പറയും അതിനെന്താ വിഷമിക്കണേ, എന്തിനും നമുക്ക് പരിഹാരം ഉണ്ടല്ലോ, നമുക്കിത് ഇങ്ങനെ ശരിയാക്കും. അപ്പൊ നമുക്ക് എന്ത് സമാധാനം കിട്ടുമല്ലേ. അപ്പൊ അത് തന്നെയാണ്. അപ്പൊ അവരുടെ ആ ഒരു ഐഡിയ കൊണ്ട്, അവരുടെ ഇന്റലക്ച്വൽ ആ ഒരു ബുദ്ധി വൈഭവം കൊണ്ടാണ് നമുക്ക് അതിൽ നിന്ന് സോൾവ് ചെയ്യാൻ പറ്റിയത്. കാരണം എല്ലാ ലൈഫിലും അപ്പ് ആൻഡ് ഡൗൺസ് തന്നെയാണ് എപ്പോഴും ലൈഫിൽ. അല്ലാണ്ട് എന്നും ഭയങ്കര സന്തോഷവും ഹാപ്പിനെസ് അതിന്റെ പീക്കിലൊന്നും അല്ല നമുക്ക് എല്ലാ ദിവസവും, എല്ലാ മൊമെന്റ്സും. ഇങ്ങനെ പ്രശ്നങ്ങൾ വരുമ്പോൾ നമുക്കതിനെ സോർട്ട് ഔട്ട് ചെയ്യാനായിട്ട് പറ്റും. അതുവരെ വീട്ടില് ഒറ്റ കുട്ടിയായിട്ടോ അല്ലെങ്കിൽ അങ്ങനെ ഇങ്ങനെയൊക്കെ കളിച്ചു വളർന്ന ആൾ പെട്ടെന്നൊരു സ്റ്റാറ്റസ് മാറി മാരേജ് ചെയ്ത് വലിയൊരു ഫാമിലിയിലേക്ക് കുറെ മെമ്പേഴ്സിന്റെ അടുത്തേക്ക് പോകുമ്പോൾ സിറ്റുവേഷൻ മാറുകയാണ്. അവിടെ ആ കുട്ടിയുടെ ആ ഒരു ഇന്റലക്ച്വൽ ലെവൽ കൊണ്ട് പല കാര്യങ്ങളും മനസ്സിലാക്കി ചെയ്യാനായിട്ട് തുടങ്ങും. അല്ലെങ്കിൽ ആ വീട്ടിലുള്ള മറ്റുള്ളവര് ഇങ്ങനെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്നാണ് കുട്ടി വന്നിരിക്കുന്നത് എന്നുള്ള രീതിയിൽ അതിനോട് അതിനനുസരിച്ച് പെരുമാറും. അങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ അങ്ങനെ മനുഷ്യർക്ക് ആ ഒരു സെൻസ് ഉള്ളത് കൊണ്ടാണ്. അങ്ങനെ ഇല്ലാത്തിടങ്ങളിലാണ് ശരിക്കും പ്രശ്നങ്ങൾ ഉണ്ടാകുന്നത്. ഇന്റലക്ച്വൽ ലെവൽ അല്ലെങ്കിൽ ഇന്റലക്ച്വൽ വെൽനസ് എന്ന് പറയുന്നത് നമ്മളുടെ ഏത് സിറ്റുവേഷനിലും നമ്മൾ യൂസ് ചെയ്യേണ്ട ഒരു ടൂൾ തന്നെയാണ്. ഓക്കെ, എന്നോട് ഒക്കുപേഷണൽ വെൽനസ് അല്ല അലീസ പറഞ്ഞേ. അതിന്റെ മുന്നിലുള്ള സ്പിരിച്വൽ വെൽനസ് ഉണ്ട്. അത് ആരാ പ്രസന്റ് ചെയ്യാ, മീൻസ് അതാരാ പറയാ? ഞാൻ പറയാം. ഐശ്വര്യ ഇപ്പൊ ഇന്റലക്ച്വൽ പറഞ്ഞില്ലേ, നിഖിത പറഞ്ഞോട്ടെ സ്പിരിച്വൽ വെൽനസ്. എനിക്ക് ഇഷ്ടമായിട്ട് പറയാന്ന് പറഞ്ഞു. നമുക്കൊരു കാര്യം ചെയ്യാം, നിഖിത ആദ്യം സ്റ്റാർട്ട് ചെയ്യട്ടെ, ഐശ്വര്യക്ക് ജോയിൻ ആകാം, ലാസ്റ്റ് ആഡ് ചെയ്യാം. ഐശ്വര്യയുടെ
ഐഡിയാസ് ആഡ് ചെയ്യാം. നോ പ്രോബ്ലം. ശരിക്കും മാത്രമല്ല കേട്ടോ, എല്ലാവർക്കും പറയാം. ഇന്റലക്ച്വൽ വെൽനെസിനെ കുറിച്ച് ആർക്കെങ്കിലും എന്തെങ്കിലും പറയാനുണ്ടോ? ഞാനിങ്ങനെ റേഡിയോ ആവാൻ തുടങ്ങിയിട്ട് കുറച്ചു നേരമായി. ഇന്റലക്ച്വൽ വെൽനെസ് നിങ്ങളുടെ വല്ല എക്സ്പീരിയൻസോ നിങ്ങൾക്ക് എന്തെങ്കിലും ഷെയർ ചെയ്യാറുണ്ടോ? മാം, ഐ വിൽ ടേക്ക് ഫിനാൻഷ്യൽ വെൽനെസ്. വെരി ഗുഡ് അനു. ഓക്കെ, സോ ഇനി ആരും ആഡ് ചെയ്യാനില്ലെങ്കിൽ നമുക്ക് സ്പിരിച്വൽ വെൽനെസ്സിലേക്ക് പോവാം. യെസ് പ്ലീസ്. പറയട്ടെ മിസ്. Yes. Spiritual wellness is a process of seeking meaning and purpose of human existence. It involves developing a deep appreciation for life and forces that exist in the universe. It is about finding a worldview that bringing you peace and harmony. ജീവിതത്തിന്റെ അർത്ഥവും ലക്ഷ്യവും കണ്ടെത്തുന്ന പ്രക്രിയയാണ് ആത്മീയ വെൽനസ്. ജീവിതത്തോടും പ്രപഞ്ചത്തോടും ആഴത്തിലുള്ള ബഹുമാനവും സ്നേഹവും വളർത്തിയെടുക്കുന്നതാണ് ഇത് ഉൾപ്പെടുന്നു. മനസ്സിന് സമാധാനവും ഐക്യവും നൽകുന്ന ഒരു ജീവിത വീക്ഷണം കണ്ടെത്തുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം. പ്രധാന വശങ്ങള് അക്കോർഡിംഗ് ടു ഡോക്ടർ ബിൽ ഹെൽത്ത് model, you are becoming spiritual wellness. Your action become consistent with your beliefs. അതായത് വാല്യൂ ആൻഡ് എത്തിക്സ്. നമ്മുടെ പ്രവർത്തികൾ നമ്മുടെ വിശ്വാസങ്ങളുമായി പോകുമ്പോഴാണ് നാം ആത്മീയമായി ആരോഗ്യവാന്മാരാകുന്നത്. അതിന്റെ മൂല്യങ്ങള് ജീവിതത്തിലെ തീരുമാനങ്ങളെ നയിക്കുന്ന വ്യക്തമായ തത്വങ്ങൾ ഉണ്ടാക്കുക. പർപ്പസ്, ഫീലിംഗ് ദാറ്റ് യു ലൈഫ്. അതിന്റെ ലക്ഷ്യം ജീവിതത്തിന് ഒരു ലക്ഷ്യവും അർത്ഥവും ഉണ്ടെന്ന് തോന്നുക. പിന്നെ ആന്തരിക സമാധാനം. പ്രയാസകരമായ സമയങ്ങളിൽ പോലും ശാന്തമായി പരിപാലിക്കാനുള്ള കഴിവ്. പിന്നെ ഹൗ ടു പ്രാക്ടീസ് സ്പിരിച്വൽ വെൽനെസ്. എങ്ങനെയാണ് ഇതിന്റെ ശീലം ഉണ്ടാക്കേണ്ടതെന്നുള്ളത്. മെഡിറ്റേഷൻ, പ്രയർ, spending time in silence to reflect or connect with high power. നിശബ്ദമായി ചിന്തിക്കാനോ ദൈവവുമായോ പ്രപഞ്ചവുമായോ ബന്ധപ്പെടാനുള്ള സമയം കണ്ടെത്തുക. പിന്നെ സെൽഫ് റിഫ്ലക്ഷൻ, ആത്മപരിശോധന. അതായത് നമ്മളെ തന്നെ ഒന്ന് പരിശോധിക്കുക. വാട്ട് ആർ മൈ വാല്യൂ ആൻഡ് വാട്ട് ഗീവ് മൈ ലൈഫ്. എന്റെ മൂല്യം എന്താണെന്ന് നമ്മള് എന്റെ ജീവിതത്തിൽ എന്താണ് അർത്ഥം നൽകുന്നത് എന്ന് നമ്മൾ സ്വയം തന്നെ കണ്ടെത്തുക. ഇതൊക്കെയാണ്. പിന്നെ പ്രകൃതിയുമായിട്ടൊരു ബന്ധം വേണം. പ്രകൃതിയോട് ചേർന്ന് നിൽക്കുന്നതും ചുറ്റുമുള്ള ലോകത്ത് സ്നേഹിക്കാനൊക്കെ നമ്മൾ തന്നെ ഇതാക്കാം. പിന്നെ കരുണ, മറ്റുള്ളവരോട് ദയയും കരുണയൊക്കെ നമ്മൾക്ക് ഉണ്ടാകണം. അതൊക്കെ വളർത്തിയെടുക്കാം. ഇതൊക്കെയാണ്. അത്ര. ഓക്കെ നികിത, വെൽ ഡൺ. നികിത കുറേ പ്രിപ്പയർ ചെയ്ത് വെച്ചു. എനിക്ക് തോന്നുന്നു ഇന്നൊന്ന് ക്ലാസ് ആകാൻ വേണ്ടിയിട്ട് നികിത ഇങ്ങനെ നോക്കിയിരിക്കുകയായിരുന്നു. റൈറ്റ്, ഇതൊന്ന് പ്രസന്റ് ചെയ്യാൻ കുറേ ആളെ കാണാതെ. പക്ഷെ പറയുമ്പോ ഭയങ്കര ടെൻഷനൊക്കെ ആയിരുന്നു. എന്നെ പേടിയുണ്ടോ? ഒന്നും പറയാൻ കിട്ടും. ഇങ്ങനെ ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെയൊക്കെ പറയുന്നത്. ഇതിനു മുമ്പ് അപർണ മിസ്സിന്റെ ക്ലാസ്സിൽ ഒരു സെമിനാർ അറ്റൻഡ് ചെയ്തു. അപ്പോഴും ഇങ്ങനെ ഒരു ടെൻഷനായിരുന്നു. നമുക്ക് എന്തായാലും വീഡിയോ ഓൺ ചെയ്യാൻ നമ്മൾ നിർബന്ധിച്ചിട്ടില്ല. കുറച്ച് ചെയ്യുമ്പോൾ നികിത വീഡിയോ ഓൺ ചെയ്ത് ചെയ്യും. ഓക്കെ, പ്രസന്റേഷൻ അതൊരു സ്കിൽ തന്നെയാണ് ശരിക്കും. അല്ലെങ്കിൽ നമ്മൾ എത്തിപ്പെടുമ്പോ നമുക്ക് കിട്ടുന്ന ഒരു സാറ്റിസ്ഫാക്ഷൻ അത് വേറെ തന്നെയാണ്.
അതെ, പറഞ്ഞു കഴിഞ്ഞപ്പോ ഒരു സന്തോഷം. അതെ അതെ, നമുക്ക് ശരിക്കും കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് ക്രൗഡിൽ സദസ്സിലിരിക്കുന്നതിനേക്കാളും നിങ്ങൾക്ക് ആ ഒരു ഡയസിൽ സ്റ്റേജിൽ നിന്ന് സംസാരിക്കാനായിരിക്കും കുറെ കൂടെ കഴിയുമ്പോൾ ഇഷ്ടം തോന്നുന്നത്. സദസ്സിലിരിക്കുന്ന മീൻസ് ആ ഒരു സ്റ്റേജ് ഇരിക്കുന്ന ആ ആൾക്കാരിൽ ഒരാളായി ചുരുങ്ങി പോകൂലേ, നമ്മൾക്ക് പ്രസന്റ് ചെയ്യണം, ആ ഒരു രീതിയിൽ നമ്മൾ ചിന്തിക്കും. ഓക്കെ, വെരി ഗുഡ്. കുറെ പ്രിപ്പയർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ അറിയാത്ത കുറെ കാര്യങ്ങളൊക്കെ നികിത അതിനകത്തേക്ക് ആഡ് ചെയ്തു. ഓക്കെ, ഐശ്വര്യ എന്തോ ആഡ് ചെയ്യണം. ഐശ്വര്യക്ക് ഇത് ഇഷ്ടപ്പെട്ടു പറയണം പറഞ്ഞല്ലോ, പറയൂ പ്ലീസ്. ഇല്ലേ, പറയാനല്ലേ? ഇല്ല മാം, ഞാൻ പ്രിപ്പയർ ചെയ്ത പോലെ തന്നെയാ പറഞ്ഞേ. എന്തോ? ഞാൻ പ്രിപ്പയർ ചെയ്ത പോലെ തന്നെയാ പറഞ്ഞേ. ആണോ? ഓക്കെ ഓക്കെ. എന്തെങ്കിലും പറയാനുണ്ടോ? വല്ല ഉണ്ടെങ്കിൽ പറഞ്ഞോളൂ, നോ പ്രോബ്ലം. ഇല്ല മാം. ആർക്കെങ്കിലും എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടോ? സ്പിരിച്വൽ വെൽനസ്, എനിവൺ? ഞങ്ങൾക്ക് ഫിനാൻഷ്യൽ വെൽനസ്സും ഇതൊക്കെ എടുക്കണം, അതുകൊണ്ട് ഒക്യുപേഷണൽ വെൽനസ് ഒക്കെ എടുക്കണം. അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ആഡ് ചെയ്യില്ല. ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ പ്രിപ്പയർ ചെയ്തിരിക്കുക. ഞങ്ങൾക്ക് സമയം തരൂ, സമയം തീരാറായി എന്നൊക്കെ വിചാരിച്ച് കുറച്ച് പേര് ബാക്കിലിരിക്കുന്നുണ്ട്. ഓക്കെ ഓക്കെ. ബിഫോർ ദാറ്റ് ഞാനൊന്ന് ആഡ് ചെയ്തോട്ടെ. നമ്മുടെ ലോകത്ത് 2 കാറ്റഗറി ആൾക്കാരുണ്ട് ഈ സ്പിരിച്വൽ വെൽനസ്സുമായിട്ട് കണക്ട് ചെയ്യുമ്പോൾ. ദൈവമുണ്ടെന്ന് വിശ്വസിക്കുന്നവരും അത് ഒരു മിഥ്യാധാരണയാണ്, അങ്ങനെ ഒന്നില്ല എന്ന് വിശ്വസിക്കുന്നവരും, അങ്ങനെയുള്ളവരും ഉണ്ട് അല്ലെ? ശരിയല്ലേ? ഞാൻ പറയുന്നതിനോട് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ലല്ലോ? അങ്ങനെ 2 കാറ്റഗറി മനുഷ്യരുണ്ട്, നമ്മൾ കണ്ടിട്ടുണ്ടാവും. അതുപോലെ നമ്മളും ഇതിലൊരെണ്ണത്തിൽ പെടുന്ന ആൾക്കാർ തന്നെയാണ് നമ്മൾ. ആരെന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല. അപ്പൊ ഇതില് ദൈവമില്ല, അങ്ങനെ ഒരു അതില്ല, അത് വെറുതെ ഒരു മിത്താണ്, ഒരു നമ്മൾ ചുമ്മാ അങ്ങനെ നമ്മളുടെ ഒരു ഇമാജിനേഷൻ, നമ്മളുടെ ഒരു അസംഷൻ എന്നുള്ള രീതിയിൽ പറയുന്ന ആളുകൾ പക്ഷേ പറയുന്ന വേറൊരു കാര്യം, സം ഫോഴ്സ് ഈസ് ദെയർ, എന്തോ ഒരു ശക്തി ഉണ്ട്, അതാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്നത്. സൂര്യൻ രാവിലെ ഉദിക്കുന്നതും നമുക്ക് ഒരു ഡേ കിട്ടുന്നതും കറക്റ്റ് ഒരു ടൈം ആവുമ്പോഴേക്കും ഇരുട്ടാകുന്നതും അത് റിവോൾവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അല്ലെ? ലോകത്തിന്റെ വേറെ ഭാഗത്തേക്ക് അപ്പോ പകലാകുന്നു, പിന്നെ ചെടികൾ ഉണ്ടാകുന്നു, അതിൽ ഫ്രൂട്ട്സ് ഉണ്ടാകുന്നു, പൂക്കൾ ഉണ്ടാകുന്നു. അപ്പൊ അതിനൊക്കെ എന്തോ സം ഫോഴ്സ് ഈസ് ദെയർ എന്ന് അവര് വിശ്വസിക്കുന്നുണ്ട്. സ്പിരിച്വൽ വെൽനസ് അത് തന്നെയാണ് പറയുന്നത്. അവര് ദൈവം എന്ന് പറയുന്ന അങ്ങനെ ഒരു രൂപത്തിൽ അങ്ങനെ ഒരു മനുഷ്യനില്ല. ഓരോ റിലീജിയസ് ബിലീഫ് ഉള്ളവർക്കും ഓരോരോ വിശ്വാസങ്ങളാണ്. വട്ട് എവർ ഇറ്റ് ബി എല്ലാം ചെന്നെത്തുന്നത് ഒരു ഇതിൽ തന്നെയായിരിക്കും. അപ്പോ ഇതിലൊന്നും വിശ്വാസമില്ലാത്തവര് പറയണത് ബട്ട് സം ഫോഴ്സ് ഈസ് കൺട്രോളിങ് അസ്, ആ ഒരു ഭയഭക്തി ബഹുമാനം അവർക്ക് ഉണ്ടാവും. സം ഫോഴ്സ് ഈസ് കൺട്രോളിങ് അസ്. അപ്പൊ അതുകൊണ്ട് നമ്മളിപ്പോ ദൈവത്തിൽ വിശ്വസിക്കുന്നവരാണെങ്കിൽ ഒരു കാര്യം നമ്മളൊരു സ്റ്റെപ്പ് മുന്നോട്ട് എടുക്കുമ്പോൾ ഞാൻ ചെയ്യുന്ന തെറ്റാണോ, ഞാനൊരു തെറ്റ് പറയുകയോ ചെയ്താൽ സംബഡി ഈസ് വാച്ചിങ് മീ, എന്നെ ഒരാൾ അത് കണ്ടുകൊണ്ട്, വേറെ ആരും അറിയുന്നില്ലെങ്കിൽ പോലും സംബഡി ഈസ് വാച്ചിങ് മീ. ആക്ച്വലി നമ്മുടെ മനസ്സാക്ഷിയാണ്. സോ ഗോഡ് ഈസ് ഇൻസൈഡ് അസ്. ദൈവം നമ്മുടെ ഉള്ളിൽ നിൽക്കുന്നതുകൊണ്ടാണ് നമ്മൾ ഇതിന്റെ ദൈവം ഇവിടെ കൈവയ്ക്കും. പിന്നെ എന്തെങ്കിലും പറയുമ്പോഴേക്കും എന്റെ മനസ്സാക്ഷിക്ക് അറിയാം. സോ ദാറ്റ് ഇസ് ഇൻസൈഡ് അവേഴ്സ്. ആ ഒരു ഗോഡ് പല പല രൂപത്തിൽ പല ഭാവത്തിൽ ഇങ്ങനെ കാണും. ഇങ്ങനെ ഇന്ന് രാവിലെ ദൈവത്തിന്റെ കാര്യം പറഞ്ഞപ്പോഴേ ഞാൻ കളിയാക്കണമല്ല, ഐ ഡു റെസ്പെക്ട് ഓൾ ദ ബിലീഫ്. ഇങ്ങനെ ചേച്ചിയുടെ മോൻ വന്നിട്ടുണ്ട്, എന്നെ ചിറ്റാന്ന് വിളിക്കുന്നത്. ഇങ്ങനെ ഈ അടുത്തൂടെ ഒരു പാമ്പ് പോകുന്നത്, അടുത്ത വീട്ടിലും അടുത്ത പറമ്പിലും കുറെ സ്ഥലങ്ങളുള്ള വീടുകളാണ് ചുറ്റും. ചേര ദിവസവും പോകുന്നത്, ദിവസവും ഏതെങ്കിലുമൊക്കെ വീട്ടിൽ കൂടെ ഒക്കെ പോകും, അതിലേ കൂടെ പോകുന്നു. എനിക്ക് രാവിലെ ഒന്ന് ജനൽ അല്പം തുറന്നിട്ടില്ലെങ്കിൽ എനിക്കൊരു ശ്വാസം മുട്ടല. അപ്പൊ നമ്മൾ താഴെയുള്ള സമയത്ത് ജനലൊന്ന് തുറന്നിടും. ഞാൻ ക്ലാസ്സിലേക്ക് കയറാറായപ്പോഴേക്കും ഞാൻ കുട്ടികളോട് പറഞ്ഞു ജനലൊന്ന് അടച്ചേക്കണേന്ന് പറഞ്ഞു. അപ്പം വൈകുന്നേരം ആകുമ്പോഴാണല്ലോ സാധാരണ ജനലടയ്ക്കുന്നത്. എന്തിനാ ജനലടിക്കണേ ചിറ്റാന്ന് ചോദിച്ചിട്ട് ഞാൻ പറഞ്ഞിട്ട് ഒരു പാമ്പ് അതിലേക്ക് ഇങ്ങനെ പോകുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു ചിറ്റയ്ക്ക് പാമ്പിനെ ഇത്ര പേടിയാണോന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്റെ പൊന്നുമോനെ, പാമ്പിനെ നമ്മള് ദൈവമായിട്ട് ജീവിക്കുന്ന ദൈവങ്ങളിൽ നിന്ന് ഒരു ഹിന്ദു ഇതില് വിശ്വാസം ഉണ്ടല്ലോ. ഞാനും പോയിട്ടുണ്ട് ആ അമ്പലങ്ങളിലൊക്കെ. എന്നാലും പേടിയാ, പാമ്പിനെ കണ്ട പേടി വരും. അപ്പൊ ഞാനിങ്ങനെ പറയായിരുന്നു, നമ്മള് ചെറുപ്പം തുടങ്ങിയ കാണുന്ന ഒരു ബിലീഫ് എന്ന് പറയുന്നത് നമ്മുടെ ഗോഡ് പാമ്പിനെ കഴുത്തിരിട്ടിട്ടുണ്ട്, ഒരാള് പാമ്പില് കിടക്കുന്നുണ്ട്, അങ്ങനെയൊക്കെ ഒരു വിശ്വാസത്തിൽ നമ്മൾ അങ്ങനെ അവരെ ഭയങ്കരമായിട്ട് പൂജിക്കുന്നുണ്ടല്ലോ.
അപ്പൊ ഞാൻ പറയായിരുന്നു ഇവർക്ക് വേറെ എവിടെയൊക്കെ കിടക്കാൻ സ്ഥലമുണ്ട്, എന്തിനാ ഈ പാമ്പിന്റെ മുകളിൽ കിടക്കുന്നത്? കാണുമ്പോ പേടിയേ തോന്നുള്ളൂ. എനിക്ക് പേടിയേ തോന്നിയിട്ടുള്ളൂ കേട്ടോ, കഴുത്തിലൊക്കെ കാണുമ്പോഴേക്കും പേടിയേ തോന്നുന്നു. അപ്പൊ അങ്ങനെ ഒരു വിശ്വാസത്തില് അങ്ങനെ പോകുന്നു. പക്ഷെ എന്നാലും നമുക്ക് ആ ഒരു ഭയഭക്തി ബഹുമാനം, സ്നേക്ക് ആണെങ്കിലും നമ്മൾ ചെറുപ്പം തുടങ്ങിയ വിശ്വസിച്ച കാര്യം നമ്മളുടെ പാരന്റ്സ് ഫോളോ ചെയ്തത് നമ്മൾ ചെറുപ്പം തുടങ്ങിയ ഫോളോ ചെയ്യുന്നു അല്ലെ. പിന്നീടാണ് നമ്മൾ അതിന്റെ പല കാര്യങ്ങളെ പറ്റി ചിന്തിക്കുന്നത്. പിന്നെ ഓരോരുത്തരും ഓരോ എക്സ്പീരിയൻസ് ഒക്കെ പറയുമ്പോഴേക്കും നമുക്ക് പേടിയാ, ദൈവമേ എന്ന് തന്നെ നമ്മൾ ചിന്തിക്കൂ. അങ്ങനെ ദൈവത്തിൽ വിശ്വസിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാനും. ബട്ട് എന്ന് കരുതിയിട്ട് ഒത്തിരി അന്ധമായ വിശ്വാസങ്ങളൊന്നുമില്ല. ബട്ട് നമുക്കൊരു പേടി ഉള്ളിലുണ്ട്. ആ ഒരു വിശ്വാസം, ആ ഒരു ഭക്തി ഒക്കെ കാരണം നമ്മൾ എപ്പോഴും ഒരു കാര്യം ചെയ്യാൻ പോകുമ്പോ ഒരു ഞാൻ ചെയ്യുന്നത് ശരിയാണോ തെറ്റാണോ, സംബഡി ഈസ് വാച്ചിങ്, അവരെന്നെ കറക്റ്റ് ചെയ്യും, അങ്ങനെ ഒരു വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. നമ്മൾ എന്തെങ്കിലും സംസാരിക്കുമ്പോൾ പോലും ഞാൻ പറയാൻ പോകുന്നത് ശരിയാണോ തെറ്റാണോ നമ്മൾ ഒരു പ്രാവശ്യം ചിന്തിക്കും. അത് നമ്മുടെ ഉള്ളില് ആ ഒരു വിശ്വാസം ഉള്ളത് കൊണ്ടാണ്. അതിനെയാണ് ഭയഭക്തി ബഹുമാനം എന്ന് പറയുന്നത്. അല്ലാണ്ട് ഫിയർ അല്ല കേട്ടോ. അത് നമുക്ക് ആ റെസ്പെക്ട് കൊണ്ടും സ്നേഹം കൊണ്ടുമുള്ള ഒരു ഭയം തന്നെയാണ്. അപ്പൊ പ്രകൃതി അവിടെ വന്നു അതിനെ ആ ഒരു നേച്ചറിന് ആ ഒരു ശക്തി ഉണ്ട്. അതുകൊണ്ടാണ് നമ്മൾ പല കാര്യങ്ങളും സംഭവിക്കുന്നത് അല്ലെ. നമുക്ക് കിട്ടുന്ന പല റിസോഴ്സസും, വെള്ളമാണെങ്കിലും ഭക്ഷണമാണെങ്കിലും നമുക്ക് വീട് വെക്കാനുള്ള സ്ഥലമാണെങ്കിലും കിട്ടുന്നത് ഈ ഒരു നേച്ചറിൽ നിന്ന് തന്നെയാണ്. അതുകൊണ്ടാണ് ദൈവത്തിൽ വിശ്വാസമില്ലാത്തവര് സം ഫോഴ്സ് ഈസ് കൺട്രോളിങ് അസ് പറഞ്ഞ് അവരവരുടെ വാക്ക് ചുരുക്കുന്നത്. അപ്പൊ നമ്മളുടെ ഒരു ലൈഫിന് ഒരു അർത്ഥമുണ്ടെന്ന് നമുക്ക് തോന്നുന്നത് പലപ്പോഴും ഇങ്ങനെ സംബഡി ഈസ് നമ്മളെ കൺട്രോളിങ്, ആരോ നമ്മളെ കൺട്രോൾ ചെയ്യുന്നു. നിങ്ങൾ വിഷമിക്കേണ്ട, നിങ്ങൾക്ക് രണ്ടുപേർക്ക് പറയാനുള്ള സമയം തരൂ കേട്ടോ. ആ ഒരു ഇത് നമ്മുടെ ഉള്ളിലുണ്ട്. അപ്പൊ നമ്മൾ ഓരോ ദിവസവും നമ്മൾ ജീവിക്കുമ്പോൾ ഈ ഒരു വിശ്വാസത്തോടു കൂടി ഈ ഒരു ഇതുകൊണ്ട് യൂണിവേഴ്സ് നമ്മൾ എക്സിസ്റ്റ് ചെയ്യാൻ ഒരു റീസൺ ഉണ്ട്. അപ്പൊ ദൈവത്തിൽ വിശ്വാസമില്ലാത്തവരും പറയും യൂണിവേഴ്സിൽ നമ്മൾ എക്സിസ്റ്റ് ചെയ്യാനായിട്ട് പല റീസൺസ് ഉണ്ട് എന്ന് അവരും പറയും. പിന്നെ അവര് ചിലപ്പോൾ എന്തെങ്കിലും ബിസിനസ് ചെയ്യുന്നവരോ കൃഷി ചെയ്യുന്നവരോ ആണെങ്കിൽ കൂടിയും അവർക്കറിയാം പ്രകൃതിയിലെ പല കൃഷി ചെയ്യുന്ന ഒരാളാണ്, ആൾക്ക് ദൈവത്തിൽ വിശ്വാസം ഇല്ലെങ്കിൽ പ്രകൃതിയിലെ പല സോഴ്സസും എന്റെ ഈ ഒരു ഇതിന് വേണം. ഓരോ ടൈമിനനുസരിച്ച് കൃഷി ഇറക്കും. അവർക്കറിയാം യൂണിവേഴ്സ് ഈ രീതിയിലൊക്കെയാണ് പോകുന്നത്. വെയിൽ ഈ സമയത്ത്, മഴ ഈ സമയത്ത്, മഞ്ഞ് ഈ സമയത്ത്. അപ്പൊ ഞാൻ അതിനനുസരിച്ച് ആ രീതിയിൽ അവർക്ക് ഒരു ഫോഴ്സ്, ഞാൻ എങ്ങനെ കൃഷി ഇറക്കിയാലും ഒരു ഫോഴ്സിന് അനുസരിച്ചാണ് അതിന്റെ റിസൾട്ട് വരുള്ളൂ, യൂണിവേഴ്സിന്റെ രീതികൾക്ക് അനുസരിച്ചാണ് റിസൾട്ട് വരുള്ളൂ എന്ന് അവര് വിശ്വസിക്കുകയും ചെയ്യും. അപ്പൊ ഞാനും നീയും എല്ലാം നിൽക്കുന്നതിന് കാരണം ഈ ഒരു പ്രപഞ്ചത്തിൽ ചില ശക്തികളാണെന്ന് എല്ലാവരും വിശ്വസിക്കുന്നു. അപ്പൊ അങ്ങനെ നമ്മളുടെ ഒരു ബിലീഫ്, നമ്മളുടെ വാല്യൂസ്, നമ്മളെല്ലാവർക്കും ഈ റിലീജിയസ് ബിലീഫ് ട്രഡീഷനിൽ നിന്നും നമുക്ക് കിട്ടുന്നത് വാല്യൂസ് തന്നെയാണ് അല്ലെ. സ്നേഹം, സഹോദര്യം, സമാധാനം, ലവ്, റെസ്പെക്ട്, പീസ്, ഹാർമണി, ബ്രദർഹുഡ്, ഇതെല്ലാം കിട്ടുന്നത് നമ്മൾ ഫോളോ ചെയ്യുന്ന ഈ വാല്യൂസിൽ നിന്നാണ്. കുട്ടി വീട്ടിൽ വളരുന്നു, വീട്ടിൽ അവർ ഫോളോ ചെയ്യുന്ന കാര്യങ്ങൾ കാണുമ്പോൾ കുട്ടി അതിനനുസരിച്ച് ഓരോരുത്തരുടെ റിലീജിയസ് ബിലീഫ് അനുസരിച്ച് അത് വളരും. സ്കൂളിലേക്ക് എത്തുമ്പോൾ കുട്ടിയുടെ മോറൽ വാല്യൂസ് വീണ്ടും കൂടുകയാണ് ചെയ്യുന്നത്. ആരും കുട്ടിയോട് പറയുന്നില്ല മറ്റേയാളെ ഉപദ്രവിക്കണം എന്നൊന്നും പറയണില്ല അല്ലെ. ഓക്കെ, അപ്പൊ അതാണ് സ്പിരിച്വൽ വെൽനെസ്. നമ്മൾ ആ ഒരു നമ്മുടെ പർപ്പസ്, ലൈഫിന്റെ ഒരു പർപ്പസ് നമ്മൾ മനസ്സിലാക്കുന്നു. നമ്മളിവിടെ നിലനിൽക്കുന്നതിന്റെ, നമ്മളിവിടെ ജീവിക്കുന്നു, നമ്മളിവിടെ ജനിച്ചു, അതെല്ലാം ഈ സ്പിരിച്വൽ വെൽനെസ്സുമായിട്ട് കണക്റ്റഡ്. ഇതിനെപ്പറ്റി ഒരു ശരിയായ ധാരണയില്ലെങ്കിൽ നമ്മൾ നിരാശയിലേക്ക് പോകും. ബട്ട് നമുക്കറിയാം ഞാൻ ഈ ലോകത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അർത്ഥം ഉണ്ടാകും. എന്റെ എക്സിസ്റ്റൻസിന് എന്തോ ഒരു മീനിങ് ഉണ്ട്, എനിക്ക് എന്തൊക്കെയോ ഇവിടെ ചെയ്യാനുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ ഓരോരുത്തരും നമ്മളുടെ പാഷൻ അനുസരിച്ച് ഓരോ കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, ഒക്യുപേഷണൽ വെൽനെസ് ആരാ പറഞ്ഞേ? അലീസ. യെസ് പ്ലീസ്. ആർക്കെങ്കിലും ആഡ് ചെയ്യാണ്ടോ സ്പിരിച്വൽ വെൽനെസ്സിൽ? ഇല്ലല്ലോ. സോ ബാക്ക് ടു ഒക്യുപേഷണൽ വെൽനെസ്. Thank you for giving me this opportunity. ആദ്യം വെൽനെസ്സിൽ നമുക്ക് തന്നേക്കുന്ന ആ ഒരു ചെറിയൊരു പോർഷൻ ഞാൻ വായിക്കുവാണ്. According to the 6 dimensions of wellness model, the choice of profession, job satisfaction, career ambitions, and personal performance are all important components of the occupational wellness. അപ്പോൾ ഇതിനകത്ത് ഒക്യുപ്പേഷൻ, ഒരു മിനിറ്റ് എന്നാണ് ഒക്യുപ്പേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിൽ എന്നതാണ് അർത്ഥമാക്കുന്നത്. ഈ തൊഴിൽ ആരോഗ്യം എന്നത് നമ്മൾ ചെയ്യുന്ന ഒരു ജോലി,
അതിൽ നമ്മൾ കണ്ടെത്തുന്ന സന്തോഷവും സംതൃപ്തിയും നമുക്ക് അതിനകത്ത് അനുഭവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്യുപേഷണൽ വെൽനെസ് ഉണ്ടെന്ന് പറയാം. ഉദാഹരണമായിട്ട് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ മിസ് തന്നെ പറഞ്ഞു, മിസ് താല്പര്യമില്ലാതെയാണ് ബിടെക് എടുത്തത്. പക്ഷെ 40-ാമത്തെ വയസ്സിലാണ് മിസ്സിന് സന്തോഷം, മിസ് ചെയ്യുന്ന ജോലിയിൽ ഒരു സന്തോഷവും സംതൃപ്തിയും കിട്ടിയത് ഈ ഒരു പ്രൊഫഷനാണ് എന്ന് പറഞ്ഞു. അപ്പൊ നമുക്ക് തീർച്ചയായിട്ടും പറയാൻ പറ്റും മിസ്സിന് ഒക്യുപേഷണൽ വെൽനെസ് ഉണ്ടെന്നുള്ളത്. നമ്മള് ജീവിതത്തില് പല ജോലികളും നമ്മൾ ചെയ്യുന്നുണ്ട്. ഞാൻ ഒരു 19 വയസ്സിൽ ഞാൻ കല്യാണം കഴിഞ്ഞ ഒരാളാണ്. അപ്പൊ ഞാൻ ആദ്യം പറഞ്ഞു, എനിക്ക് ജോലിയും വീട്ടിലെ കാര്യങ്ങളും എല്ലാം കൂടി എനിക്ക് ഒരുമിച്ച് കൊണ്ടുപോകാൻ പറ്റില്ല, ഞാൻ ജോലിക്ക് പോകില്ല എന്ന് ഞാൻ കല്യാണത്തിന്റെ സമയത്ത് തന്നെ പറഞ്ഞു. അപ്പോ എനിക്ക് ഒരു 8-10 വർഷം എടുത്തു ഞാൻ അതൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നു, കുട്ടികളെ നോക്കുന്നു, പുറത്തെ പണികൾ ചെയ്യുന്നു. ഞാൻ ഓർത്തോണ്ടിരുന്നത് ഇതെല്ലാം ജോലിയാണ് എന്ന് ഓർത്തോണ്ടിരുന്നേ. പക്ഷെ അതൊന്നും ജോലിയല്ല, നമ്മുടെ കടമ എന്ന് പറയുന്ന ഒരു തലക്കെട്ടിന് താഴെ വരുന്ന നമ്മൾ ദിവസം ചെയ്യുന്ന കാര്യങ്ങളാണ്. കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്. വീട്ടിലെ ജോലി ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ കടമയാണ്. നമ്മുടെ തന്നെയല്ല, ആണുങ്ങളായിട്ടുള്ളതും ആൺമക്കളായിട്ടുള്ള എല്ലാവരുടെയും കടമയാണ് അതെന്ന് പറയണത്. പക്ഷേ അതിൽ നിന്നെല്ലാം എനിക്ക് സ്വന്തമായിട്ട് ഒരു തൊഴിൽ വേണം, നമ്മളൊരു പ്രൊഫഷൻ കണ്ടെത്തണം. അപ്പോൾ അത് മനസ്സിലാക്കിയ സമയത്താണ് ഞാൻ ടീച്ചിങ് എടുക്കാമെന്ന് ഞാൻ തീരുമാനിച്ചത്. അത് ഞാൻ എൻ്റെ കൊച്ചിനെ ഞാൻ ട്യൂഷൻ പോലെ എടുക്കുന്ന ഒരാളാണ്. അപ്പോൾ അന്നേരം എന്നോട് ഹസ്ബൻഡ് പറഞ്ഞു, നീ എന്തിനാ വേറെ, ഞാൻ ടൈലറിങ് നോക്കി, പിന്നെ ഈ ആക്സസറീസ് ഉണ്ടാക്കാനുള്ളത് നോക്കി, പക്ഷെ അതൊന്നും എനിക്ക് സെറ്റ് ആകുന്നില്ല. അപ്പോഴാണ് എൻ്റെ ഹസ്ബൻഡ് എന്നോട് പറഞ്ഞത്, നീ കൊച്ചിന് ക്ലാസ് എടുക്കുന്നില്ലേ, അപ്പൊ പിന്നെ നിനക്ക് ഇതുപോലെ കുഞ്ഞു പിള്ളേരെ ക്ലാസ് എടുത്താൽ പോരെ, അതല്ലേ ഏറ്റവും നല്ലത്. അപ്പൊ ഞാൻ ചോദിച്ചു, അപ്പൊ എന്റെ പ്രൊഫഷൻ അതാണോന്ന് ചോദിച്ചു. അപ്പൊ പിന്നെ തീർച്ചയായിട്ടും നിനക്ക് ഉള്ള കഴിവ് എന്ന് പറയുന്നത് അതാണ്, അപ്പൊ നീ അതെടുത്തോന്നും പറഞ്ഞാണ് എന്നെ മോണ്ടിസോറി ഈ TTC-യിൽ അദ്ദേഹം ചേർത്തത്. അപ്പൊ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അപ്പൊ എനിക്കിത് ഭയങ്കര ഇഷ്ടമാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു കാര്യം ഒരു കൊച്ചിന് പറഞ്ഞു കൊടുക്കണമെങ്കിൽ ഞാൻ അത് ആദ്യം പഠിക്കും. അത് പഠിച്ചിട്ട് ഞാൻ ആ കാര്യം അവർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ അവർക്കും മനസ്സിലാകണം, എനിക്കും മനസ്സിലാകും. അങ്ങനെ ഞാൻ ആ ചെയ്യുന്ന ജോലിയിൽ എനിക്കൊരു സന്തോഷം ഞാൻ കണ്ടെത്തുന്നുണ്ട്. അപ്പൊ അതുപോലെ നമ്മൾ ഓരോരുത്തരും നമ്മൾ ചെയ്യുന്ന ജോലിയിൽ ഒരു സന്തോഷവും അതിൽ നമുക്ക് ഒരു സംതൃപ്തിയും ഉണ്ട് എങ്കിൽ നമുക്ക് ഒക്യുപേഷണൽ വെൽനെസ് നമ്മിൽ ഉണ്ടെന്ന് നമുക്ക് പറയാൻ സാധിക്കും. അതുപോലെ തന്നെ പ്രധാനമാണ് ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യുന്ന ആൾക്കാരുണ്ട്. പെയിന്റിങ് ആയിരിക്കും ഇഷ്ടം, പക്ഷെ അയാള് വേറെ എന്തെങ്കിലും ജോലി ആയിരിക്കും ചെയ്യുന്നത്. അന്നേരം ഈ ഇഷ്ടമല്ലാത്ത ജോലി ചെയ്യുമ്പോൾ ഇവർക്ക് ഭയങ്കര മെന്റൽ സ്ട്രെസ് വരും, മാനസിക സമ്മർദ്ദം കൂടും. അന്നേരം പെണ്ണുങ്ങളാണെങ്കിൽ ഞാൻ പ്രത്യേകിച്ച് പറയാം, നമ്മുടെ സ്ത്രീകളാണെങ്കിൽ പ്രത്യേകിച്ച് പറയാം, നമ്മൾ ഇഷ്ടമല്ലാത്ത ഒരു ജോലി നമ്മൾ ചെയ്ത് വന്നിട്ട് വീട്ടിലെ കാര്യങ്ങളും കൂടി ചെയ്യുമ്പോൾ നമുക്ക് ഭയങ്കര, നമുക്കത് നമ്മുടെ ഇമോഷൻസ് നമുക്ക് ഭയങ്കര നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത ഒരു ഇതിൽ വരും. പക്ഷെ നമ്മൾ ഇഷ്ടപ്പെടുന്ന ഒരു ജോലിയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമ്മൾ വളരെ സന്തോഷത്തോടു കൂടി നമ്മുടെ ജോലിയും ചെയ്യും, നമ്മുടെ ഡെയിലി ലൈഫും നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. അങ്ങനെ നമ്മളുടെ ജോലിയിൽ നമ്മൾ ഇഷ്ടപ്പെടുകയും നമ്മളുടെ വ്യക്തിപരമായ ജീവിതവും നമുക്ക് സന്തോഷകരമായിട്ട് കൊണ്ടുപോകാൻ പറ്റും. അതായത് ഒരു ഈക്വൽ ആയിട്ട് ഈ ജോലിയും വ്യക്തിപരമായ ജീവിതവും നമുക്ക് നിലനിർത്തിക്കൊണ്ടു പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നമുക്ക് ഒക്യുപേഷണൽ വെൽനെസ്, അതായത് തൊഴിൽപരമായ ആരോഗ്യം നമുക്ക് ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതിനകത്തെ മെയിൻ പോയിന്റ്സ് എന്ന് പറയുന്നത് ചോയ്സ് ഓഫ് പ്രൊഫഷൻ, അതായത് നമ്മൾ എന്ത് ജോലി ചെയ്യണമെന്ന് നമ്മൾ കൃത്യമായിട്ട് തിരഞ്ഞെടുക്കുക. ആദ്യം മിസ് പറഞ്ഞ പോലെ തന്നെ നമ്മുടെ മക്കൾക്കായാലും അത് പറഞ്ഞു കൊടുക്കുക. അതുപോലെ തന്നെ ജോബ് സാറ്റിസ്ഫാക്ഷൻ, നമ്മൾ ചെയ്യുന്ന ജോലിയിൽ നമ്മൾ പൂർണ്ണ തൃപ്തരായിരിക്കണം. അല്ലെങ്കിൽ നമ്മൾ തൃപ്തരാകാൻ വേണ്ടി എന്ത് ചെയ്യണം, എന്തുകൊണ്ടാണ് നമുക്ക് ആ തൃപ്തി ഇല്ലാത്തതെന്ന് നമ്മൾ സ്വയം കണ്ടുപിടിച്ച് അത് നികത്താൻ നോക്കണം. മൂന്നാമത്തെ കരിയർ അംബീഷൻ ആൻഡ് പേഴ്സണൽ പെർഫോമൻസ്, അതായത് നമുക്കൊരു ജീവിതത്തിന് ഒരു കരിയർ വേണം. അത് നമുക്ക് ഈ പ്രായത്തിലാണ് നമുക്ക് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ അതുകൊണ്ടാണ് എല്ലാം മോണ്ടിസോറി TTC-യിലോട്ട് വന്നത്. അപ്പോൾ ആ അംബീഷൻ നമുക്കുണ്ട്. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ഈ ക്ലാസ്സും നമ്മുടെ ജോലി, നമ്മൾ ഇനി ഇത് കഴിഞ്ഞ് ജോലി ചെയ്യാൻ പോകും, അന്നേരവും നമ്മുടെ ജോലിയും നമ്മുടെ വ്യക്തിപരമായ ജീവിതവും നമ്മൾ കാത്തു സൂക്ഷിച്ച് നിലനിർത്തിക്കൊണ്ട് അതിൻ്റെ ഒരു ഈക്വൽ ബാലൻസിൽ കൊണ്ടുപോകാൻ എല്ലാവർക്കും സാധിക്കണം. എന്നാലാണ് നമുക്ക് ഒക്യുപേഷണൽ വെൽനെസ് ഉണ്ടെന്ന് പറയാൻ പറ്റുള്ളൂ. താങ്ക് യു.
ഓക്കെ അലീസ, വെരി ഗുഡ്. എനിക്ക് തോന്നുന്നു ഞാൻ ദിവസവും വന്നിങ്ങനെ സൈഡിലിരിക്കാം, നിങ്ങളൊക്കെ ക്ലാസ് എടുക്കുവാണെങ്കിൽ എനിക്ക് സുഖമായി അല്ലേ. കുറേ ശരിക്കും പറഞ്ഞാൽ അലീഷ എൻവിയോൺമെന്റൽ വെൽനെസ്സും കൂടെ കണക്ട് ചെയ്ത് പറഞ്ഞു, റൈറ്റ്? അതെ മാഡം, അതും ഇതിനകത്ത് തന്നെ വരുന്നുണ്ട്. ഓക്കെ ഫൈൻ. സോ അപ്പോ നല്ല പോലെ നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കണം. വേറെ ഒന്നും ആഡ് ചെയ്യാനില്ല, കാരണം മോർ ദാൻ ദാറ്റ് ഇനഫ് എന്നുള്ള രീതിയിൽ നല്ല രീതിയിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പൊ നമ്മൾക്കെല്ലാം ഇത് മനസ്സിൽ വേണം, കാരണം നിങ്ങൾ എല്ലാവരും ചിലപ്പോ എനിക്കൊരു ലൈവ്ലിഹുഡ്, ഒരു ഉപജീവന മാർഗം വേണം. അപ്പോ ബി.എഡിനൊന്നും എനിക്ക് പോകാൻ പറ്റിയില്ല, അല്ലെങ്കിൽ ബി.എഡിന് പോയവരുണ്ടാവും കേട്ടോ, അതിൽ എനിക്ക് കാര്യമായിട്ടൊന്നും ചെയ്യാൻ പറ്റിയില്ല. അപ്പൊ എനിക്കിതൊന്ന് മനസ്സിലാക്കി എനിക്ക് ഒരു ജോലി വേണം, ഒരു വരുമാനം വേണം, അതിനൊരു സർട്ടിഫിക്കറ്റ് വേണമെന്ന് വിചാരിച്ച് നമ്മൾ വന്നിട്ടുണ്ടാകാം. പക്ഷെ വന്ന് കുറച്ച് കഴിഞ്ഞപ്പോ നമുക്ക് മനസ്സിലായി നമ്മളുടെ ആ ഒരു ലക്ഷ്യം ഇത് തന്നെയാണ്, ഇത് എനിക്ക് പറ്റിയതാണ്. അപ്പൊ ആ ഒരു സാറ്റിസ്ഫാക്ഷൻ നമ്മൾ കിട്ടി. നമ്മൾ ആ ജോബിന് വേണ്ടിയിട്ട് നമ്മളിപ്പോ ഓരോ ദിവസവും സ്റ്റെപ്പ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ പേഴ്സണൽ പെർഫോമൻസ് ജോലിയിൽ എത്തിയിട്ട് കാണിക്കുന്നതിന് മുമ്പ് നിങ്ങൾക്കത് കാണിക്കാൻ പറ്റുന്ന ഒരു പ്ലാറ്റ്ഫോമാണിത്. ഇറ്റ്സ് ലൈക്ക് നിങ്ങളെല്ലാവരും ഇപ്പോൾ ഓൾമോസ്റ്റ് ഒരു ടീച്ചേഴ്സ് അല്ലെങ്കിൽ ഫെസിലിറ്റേറ്റർ ആണ് ശരിക്കും നമ്മൾ മോണ്ടിസോറി ടീച്ചർമാരെ പറയുന്നത് ആയിട്ടുണ്ട്. അതായത് മോണ്ടിസോറി ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ ആ ഫെസിലിറ്റേറ്റർ ഗൈഡ് ചെയ്യാനും എല്ലാം കുട്ടികളെ കൊണ്ടെല്ലാം മുന്നിലേക്ക് കൊണ്ടുവന്ന് ചെയ്യാനാണ് നോക്കുന്നത്. അല്ലാണ്ട് സാധാരണ ഒരു ടീച്ചറെ പോലെ ഒരു പ്ലാറ്റ്ഫോമിൽ നിന്ന് സംസാരിച്ച് കുട്ടികൾ അത് കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു രീതിയല്ല മോണ്ടിസോറി ടീച്ചിങ് മെത്തേഡ്. സ്റ്റുഡന്റ് സെന്റേർഡ് ആണ്, ടീച്ചർ സെന്റേർഡ് അല്ല. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് ക്ലാസ് എടുക്കാം, ഞാൻ വന്നില്ലെങ്കിലും യു ക്യാൻ ലീഡ് ദ ക്ലാസ്. ചിലപ്പോ 5 minutes ഒക്കെ ലേറ്റ് ആവും, അപ്പൊ നിങ്ങൾക്ക് ക്ലാസ് തുടങ്ങാം. ആ ഒരു 5 minutes എന്തിനാ കളയുന്നത്? നിങ്ങൾ ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുക, ഞാൻ വന്നങ്ങ് ജോയിൻ ആവും, അത്രയേ ഉള്ളൂ. എല്ലാവരിലും പോലെ ഒരാളായിട്ട് ഞാൻ അങ്ങ് ജോയിൻ ആവുന്നു, അതാണ് സംഭവിക്കുക കേട്ടോ. എൻവിയോൺമെന്റൽ വെൽനെസ്സും ഓൾറെഡി പറഞ്ഞു. നമ്മൾക്ക് ജോലി ഉണ്ടെങ്കിൽ നമ്മളുടെ ജോലി, ഹോം ലൈഫ്, അതുപോലെ തന്നെ കമ്മ്യൂണിറ്റി, നമ്മൾ പല ആളുകളുമായിട്ട് കണക്റ്റഡ് ആണല്ലേ. നമ്മുടെ ഫ്രണ്ട്സ് ഉണ്ടാകും, അല്ലാതെ പല ആക്ടിവിറ്റീസ് പുറത്തുണ്ടാവും. എല്ലാമായിട്ട് നമുക്ക് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് പറ്റും. പേഴ്സണൽ ലൈഫും പ്രൊഫഷണൽ ലൈഫും കമ്മ്യൂണിറ്റി ലൈഫും നമുക്ക് ബാലൻസ് ചെയ്ത് പോകാനായിട്ട് പറ്റണം. അതാണ് എൻവിയോൺമെന്റൽ വെൽനെസ്. നമ്മുടെ ഫിനാൻഷ്യൽ വെൽനെസ് അനു പറയുന്നല്ലേ പറഞ്ഞേ. അപ്പൊ അനുവിനെയും കൂടെ കേട്ടിട്ട് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം ക്ലാസ്. അനു റെഡി ആയിട്ടിരിക്കുകയല്ലേ? നെക്സ്റ്റ് ഫ്രൈഡേ എന്ന് പറയുമ്പോഴേക്കും അനു ആകെ വിഷമിച്ചു. പ്ലീസ് അനു. ഓക്കെ, താങ്ക് യു മാം. നമ്മൾ ഫിനാൻഷ്യൽ വെൽനെസ് ആണ് അടുത്തത് നോക്കാൻ പോകുന്നത്. ഫിനാൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ സാമ്പത്തികത്തെയാണ് നമ്മൾ ഫിനാൻസ് എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സോ നമുക്കിപ്പോൾ വരുമാനം വരുന്നുണ്ട്, ഇൻകം വരുന്നുണ്ടെങ്കിൽ ആ ഇൻകത്തിനെ നമുക്ക് അതറിഞ്ഞ് നമ്മുടെ ചെലവും നമ്മുടെ എക്സ്പെൻസസ്, അതേപോലെ തന്നെ നമ്മുടെ സേവിങ്സ്, നമുക്ക് കടം ഉണ്ടെങ്കിൽ ആ കടം, അതെല്ലാം നമുക്ക് ആ വരുമാനത്തിനനുസരിച്ച് ഒരു സ്ട്രെസ്സും ഇല്ലാതെ നമ്മളെ കൊണ്ട് സുഖമായി കൈകാര്യം ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ വെൽനെസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. സോ ഫിനാൻഷ്യൽ വെൽനെസ് എന്ന് പറഞ്ഞാൽ വിത്തൗട്ട് എനി സ്ട്രെസ് നമുക്ക് കിട്ടുന്ന ഫിനാൻസസിനെ അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ഇൻകത്തെ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ആ ഒരു കഴിവിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ വെൽനെസ് എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ ഈ പഴഞ്ചൊല്ലൊക്കെ ഉണ്ട്, വര വെട്ടണ ചെലവ് പത്തണ എന്ന് പറയും. അപ്പോൾ നമ്മുടെ വരുമാനം എന്താണോ അതിനനുസരിച്ചാണ് നമുക്ക് നല്ലൊരു കടമുണ്ട്, പക്ഷെ അതിനനുസരിച്ച് ഇൻകം ഇല്ല എന്നാണെങ്കിൽ ഒബ്വിയസ്ലി നമ്മൾ ഭയങ്കര സ്ട്രെസ്ഡ് ആയി പോകില്ലേ. നമ്മുടെ എന്തുണ്ടെങ്കിലും ഇല്ലെങ്കിലും നമ്മളെ ഏറ്റവും കൂടുതൽ ബാധിക്കുന്ന 2 കാര്യമാണ്, ഒന്ന് ഫിനാൻസും പിന്നൊന്ന് ഹെൽത്തും. ഇത് രണ്ടും ഓക്കെ അല്ലെങ്കിൽ ദ ഹോൾ പേഴ്സൺ തന്നെ ഓക്കെ ആയിരിക്കില്ല. സോ ഈ 2 കാര്യം നമുക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. സോ ഫിനാൻഷ്യൽ വെൽനെസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ എന്തൊക്കെ ചെയ്യാന്ന് ചോദിച്ചാൽ, ഒന്ന് നമ്മുടെ ഇൻകം അനുസരിച്ചുള്ള ഒരു ബഡ്ജറ്റ് നമുക്ക് തയ്യാറാക്കി വെക്കാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലത്. അപ്പോൾ നമുക്ക് ഓൾറെഡി ഒരു പ്ലാൻഡ് ആയിട്ടുള്ള ഒരു വ്യൂ ഉണ്ടാവും നമുക്ക് എങ്ങനെ അത് ചെലവാക്കണം എന്നുള്ളതുകൊണ്ട്. അതേപോലെ എത്ര ചെറിയൊരു ഇൻകം ആണെങ്കിലും, നിങ്ങൾക്ക് മാസം കിട്ടുന്നത് ഒരു 4000 രൂപയാണെങ്കിൽ പോലും അതിൽ നിന്നും മാസം ഒരു 500 രൂപയെങ്കിലും ഒരു സേവിങ്സ് ആയിട്ട് എടുത്തു വെക്കാനായിട്ട് ശ്രമിക്കുക. സോ എടുത്തു വെക്കുമ്പോൾ നമുക്കൊരു എമർജൻസി സിറ്റുവേഷൻ വരുമ്പോൾ നമുക്ക് ആരുടെ അടുത്തും പോവേണ്ടി വരില്ല. അപ്പൊ നമുക്ക് ഒബ്വിയസ്ലി നമ്മുടെ ആ ഒരു കടം വാങ്ങുക എന്നുള്ള ഒരു കാര്യം നമുക്കത് നിയന്ത്രിക്കാനായിട്ട് പറ്റും, നമുക്കത് കൺട്രോൾ ചെയ്യാനായിട്ട് പറ്റും. സോ കുഞ്ഞു എമൗണ്ട് ആണെങ്കിലും നമുക്ക് വരുന്നത് എത്ര ചെറുതാണെങ്കിലും അതിൽ നിന്നും ഒരു ഭാഗം നമ്മൾ എടുത്ത് സേവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതേപോലെ തന്നെ കിട്ടുന്നതൊക്കെ എല്ലാ മാസവും അപ്പൊ തന്നെ തീർക്കാതെ കുറച്ചൊക്കെ നമ്മുടെ ഒരു എബവ് 60 years ഒക്കെ ആവുമ്പോൾ നമുക്ക് നമ്മുടേതായ ഒരു ലൈഫ് എൻജോയ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മുടെ റിട്ടയർമെന്റ് പ്ലാനിംഗ് എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ കുറെ കാര്യങ്ങളുണ്ടല്ലോ, അതേപോലെ തന്നെ നമ്മളും കുറെ കാര്യങ്ങൾ പ്ലാൻ ചെയ്ത് പോവുകയാണെങ്കിൽ നമുക്ക് അതിലൂടെ തന്നെ ആ ഒരു ഫിനാൻഷ്യൽ വെൽനെസ് അച്ചീവ് ചെയ്യാനായിട്ട് പറ്റും.
നേരത്തെ ഒക്യുപ്പേഷണൽ ഇതിൽ പറഞ്ഞതുപോലെ നമ്മുടെ മനസ്സിനെ ബാധിക്കുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. നമ്മുടെ മൈൻഡാണ് നമുക്ക് ഏറ്റവും വലിയത്. അപ്പൊ നമ്മുടെ മൈൻഡിൽ നമുക്ക് സമാധാനം വേണമെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ കിട്ടുന്ന, സ്ത്രീകളാവുന്ന സമയത്ത് ഒബ്വിയസ്ലി കുറെ മിക്ക സ്ത്രീകളും പിശുക്കികളാണ്. അങ്ങനെ എടുത്ത് ചെലവാക്കുന്ന ആൾക്കാരല്ല ആരും. എല്ലാവർക്കും നമ്മളൊരു സാധനം മേടിക്കണം എന്നുണ്ടെങ്കിൽ പോലും നമ്മൾ ഓരോരുത്തരുടെയും ഇപ്പൊ ഷോപ്പിംഗ് ആപ്സ്, കുറെ ഷോപ്പിംഗ് ആപ്സ് വന്നിട്ടുണ്ടെങ്കിലും മിക്കവരുടെയും ഷോപ്പിംഗ് ആപ്സിൽ പോയി നോക്കിയാൽ നമുക്ക് മനസ്സിലാൻ പറ്റും കുറെ കാര്യങ്ങൾ നമ്മൾ വിഷ് ലിസ്റ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. വിഷ് ലിസ്റ്റ് ചെയ്ത് വെച്ച് അത് എപ്പോഴാ അതിൽ ഓഫർ വരിക, എപ്പോഴാ അതിന്റെ വില കുറവാകുക, നമ്മൾ അങ്ങനെയാണ്. വി ആർ ബോൺ ലൈക്ക് ദാറ്റ്. സോ നമ്മളത് അപ്പം നമുക്ക് ആ ഫിനാൻഷ്യൽ വെൽനെസ് എന്നുള്ളത്, അല്ലെങ്കിൽ ആ ഫിനാൻഷ്യൽ മാനേജ്മെന്റ് എന്നുള്ളത് നമ്മുടെ ഇതിൽ ഇൻബിൽട്ട് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. സോ നമുക്ക് അതറിയാം. അപ്പൊ നമ്മളത് നമ്മുടെ ഫാമിലിയിൽ എല്ലാ കാര്യങ്ങളിലും നമ്മളത് കൊണ്ടുവരാണെങ്കിൽ, ഒരു സാധനം വാങ്ങുന്നതിന് മുന്നേ ഒരു 1000 വട്ടം ആലോചിക്കുന്നതിൽ ഒരു തെറ്റുമില്ല കേട്ടോ. അത് വേണോ വേണ്ടയോ ഒന്ന് ആലോചിച്ച് നമ്മൾ ചെയ്യുമ്പോൾ വാങ്ങിക്കഴിഞ്ഞിട്ട് നമുക്ക് പശ്ചാത്തപിക്കേണ്ടി വരില്ല. പിന്നെ നമ്മൾ അത്രയും ആലോചിച്ച് നമ്മളൊരു സാധനം വാങ്ങുമ്പോൾ നമുക്കൊരു സമാധാനം ഉണ്ടാവും. അത്രയും ആലോചിച്ച് നല്ലതാണ് ഞാൻ സെലക്ട് ചെയ്തത് എന്നൊരു സമാധാനം ഉണ്ടാവും. ആ സമാധാനം തന്നെയാണ് ഫിനാൻഷ്യൽ വെൽനെസ് എന്നുള്ളതുകൊണ്ട് അർത്ഥമാക്കുന്നത്. ദാറ്റ്സ് ഇറ്റ് മാം. ഓക്കെ, വെരി ഗുഡ്, വെൽ സെഡ്. നമ്മളുടെ നാട്ടിലെ എല്ലാവർക്കും റേഷൻ കാർഡ് അറിയാം അല്ലെ? പല കളറിൽ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. എന്തുകൊണ്ടാണ്? എല്ലാവർക്കും ഒരേ രീതിയിൽ ആ ഒരു റിസോഴ്സസ് ഫുഡിന്റെ ആണെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട്, വരുമാനത്തിനനുസരിച്ച് ചില കാര്യങ്ങൾ ഗവൺമെന്റ് ഇൻകമിനനുസരിച്ച്, പക്ഷെ അത് ഡിസേർവിങ് ഹാൻഡിൽ വരണം എന്ന് പറഞ്ഞു. കാരണം പലപ്പോഴും ഈ റേഷൻ കാർഡ് ഇൻകം നോക്കുമ്പോ ആദ്യമൊന്നും നല്ല രീതിയിലായിരുന്നില്ല ഇത് പ്രൊവൈഡ് ചെയ്തിരുന്നത്. പിന്നെ അതൊക്കെ കറക്റ്റ് ചെയ്തു എന്നൊക്കെയാണ് കേൾക്കുന്നത്. എന്നാലും ഇൻകമിനനുസരിച്ച് പല ബെനിഫിറ്റ്സും ആളുകൾക്ക് കൊടുക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ഇൻഷുറൻസ്. ചില ഇൻഷുറൻസ് ഇത്ര ഇൻകമിൽ താഴെ ഒരു മാസം ഒരു 11 രൂപയോ വർഷത്തിൽ 11 12 രൂപ എങ്ങാണ്ട് അടച്ചു കഴിഞ്ഞാൽ അങ്ങനെയൊക്കെ കിട്ടുന്ന മെഡിക്കൽ ഇൻഷുറൻസുകൾ ഉണ്ടായിരുന്നു. കാരണം ആളുകൾ എപ്പോഴും ബുദ്ധിമുട്ടുന്നത് ഭക്ഷണത്തിനും താമസത്തിന് വീട് വെച്ചു കൊടുക്കാനുള്ള അങ്ങനെ ചില കാര്യങ്ങളും, ഭക്ഷണത്തിനും താമസത്തിനും അതുപോലെ തന്നെ ഈ ഹോസ്പിറ്റൽ ചെലവുകളുമാണ് അല്ലെ? അപ്പൊ ആ രീതിയിൽ വരുമാനത്തിനനുസരിച്ച് പല ബെനിഫിറ്റ്സും ലോക്കൽ ഗവൺമെന്റ് അതോറിറ്റി, സെൻട്രൽ ഗവൺമെന്റ് എല്ലാവരും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ആ ഒരു ഫിനാൻഷ്യൽ അന്തരം, പലരും ഫിനാൻഷ്യലി പല ഡിഫറെന്റ് ആയിട്ട് വേരിയൻസ് ആയിട്ട് നിൽക്കുവാണല്ലോ. ചിലര് ഭയങ്കര ഹൈ ഇൻകം ഉള്ളവര്, ചിലരൊരു മിഡിൽ ആ ഒരു ലെവലില്, ചിലര് ബിലോ അങ്ങനെയൊക്കെ വരുന്ന രീതിയിൽ. അപ്പൊ അതിന് ഒരു ഡെവലപ്പിംഗ് കൺട്രിയിൽ അങ്ങനെയുള്ള പ്രോബ്ലംസിനെ സോൾവ് ചെയ്യാനായിട്ട് പല മെത്തേഡ്സും ഗവൺമെന്റ് സൈഡിൽ നിന്ന് എടുക്കുന്നുണ്ട്. കുറെ പേർക്കൊക്കെ അതിന്റെ ബെനിഫിറ്റ്സ് കിട്ടുന്നുണ്ടാകാം, കുറെ പേര് അറിയാതെ പോകുന്നുണ്ടാകാം. എന്നാലും മാക്സിമം എല്ലാ മേഖലകളിലും അത് ചെയ്യുന്നുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കുന്നത്. ഇൻഡിവിജ്വൽസിന്റെ വെൽനെസ്സിനെ മുൻനിർത്തിയാണ് അത് കാണിക്കുന്നത്. ഓക്കെ, നമുക്ക് ഇനിയുണ്ട് കൾച്ചറൽ വെൽനെസ്, ക്ലൈമറ്റ് വെൽനെസ്. എനിവേ അത് നെക്സ്റ്റ് ക്ലാസ്സിൽ എടുക്കാം. ഞാൻ വേണമെങ്കിൽ എടുത്തല്ലേ, പക്ഷെ എനിക്ക് ഒരു കുട്ടിയെ വൈവ ചെയ്യണം ഒരു 12:45 ആകുമ്പോൾ. അപ്പൊ അതിങ്ങനെ ടെൻഷൻ പിടിച്ചിട്ട് ഇങ്ങനെ എനിക്ക് മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുക. അതുകൊണ്ടാണ്. അല്ലെങ്കിൽ നമുക്ക് ഈ ടോപ്പിക് അങ്ങ് കംപ്ലീറ്റ് ചെയ്യാമായിരുന്നു. ഓക്കെ, എനിവേ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ കാണാം. 2 ചെറിയ ടോപ്പിക്സേ ഉള്ളൂ. ആരെങ്കിലും എടുക്കാൻ റെഡിയാണെങ്കിൽ യു ക്യാൻ. നമ്മളുടെ അനു പറഞ്ഞ, നമ്മുടെ ബാക്കസ് ടീച്ചറാണ് കേട്ടോ അനു പറഞ്ഞ ഈ ഒരു കാര്യത്തെ കുറിച്ച് കൂടുതലായിട്ട് എന്തെങ്കിലും ആഡ് ചെയ്യാൻ ആർക്കെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ ആഡ് പ്ലീസ്. ചിലപ്പോ ഒരു വീട്ടിലെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്യുന്നത് മോസ്റ്റ്ലി സ്ത്രീകളായിരിക്കാം ചിലയിടങ്ങളിൽ അല്ലെ? കുടുംബശ്രീയില് ചിലപ്പോ ഫിനാൻഷ്യൽ കാര്യങ്ങൾ മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. ഫിനാൻഷ്യൽ സ്ഥാപനങ്ങളിൽ വർക്ക് ചെയ്യുന്നവരുണ്ടാകും. ലൈക്ക് പലർക്കും അവരുടേതായ ചില എക്സ്പീരിയൻസ് ഷെയർ ചെയ്യാനുണ്ടാവും. ആരെങ്കിലും ഉണ്ടെങ്കിൽ യു ക്യാൻ പ്ലീസ്. ഓക്കെ, നമുക്കെന്താ വേണ്ടി ചെയ്യാം? ബിക്കോസ് 12:45 ആകാറായി. 12:45 ആകുമ്പോൾ എനിക്ക് വൈവയ്ക്ക് കയറണം. സോ സൈൻ ഔട്ട് ഉണ്ടോ? യെസ്, ഞാൻ പറയാം. ഇന്നത്തെ ക്ലാസ്സിൽ ഒരു കരിയർ എങ്ങനെ നമ്മൾ ചൂസ് ചെയ്യണം കുട്ടികൾക്ക് എന്ന് തന്റെ സ്വന്തം അനുഭവത്തിൽ നിന്നും ടീച്ചർ നമുക്ക് പറഞ്ഞു തന്നു. അത് നമുക്ക് വളരെ ഉപകാരപ്രദമാകുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുപോലെ തന്നെ ഇന്നത്തെ ക്ലാസ് കണ്ടന്റ് ചെയ്ത അശ്വതിക്കും പിന്നെ ഷിംജിതയ്ക്കും അനുചേച്ചിക്കും, എല്ലാവരും ചേച്ചിമാരാട്ടോ, സോറി, അനുചേച്ചിക്കും അത് കേട്ടിരുന്ന എല്ലാവർക്കും, ക്ലാസ് അറ്റൻഡ് ചെയ്ത എല്ലാവർക്കും ഞാൻ എന്റെ നന്ദി അറിയിക്കുന്നു. നമുക്ക് എല്ലാവർക്കും ഇനി അടുത്ത ക്ലാസ്സിൽ കാണാം.
എല്ലാരും ചേച്ചിമാര്, അതായത് ഞാൻ വളരെ ചെറുപ്പമാണ് കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത് അല്ലേ? അതെ, ഇവരൊക്കെ ആരാന്ന് അറിയത്തില്ലല്ലോ. ചിലപ്പോ എന്നൊക്കെ താഴ്ന്ന ആൾക്കാരായിരിക്കും, പ്രായം കുറവുള്ളതായിരിക്കും. പക്ഷെ മൊത്തത്തില് ഞാൻ ഇവിടെ എന്റെ ഹസ്ബൻഡ് പറഞ്ഞൊരു കേസാണ്. അതെ, നമുക്ക് അവരുടെ പ്രായം അറിയില്ലെങ്കിൽ എല്ലാവരും ചേട്ടാ ചേച്ചി എന്ന് വിളിച്ചാൽ മതി. അപ്പൊ പിന്നെ ആർക്കും കുഴപ്പമില്ലല്ലോ. രേവതി കരയുമായിരുന്നു ക്ലാസ് ഒക്കെ കേട്ടിട്ട്? അല്ല, ഞാൻ ഹോസ്പിറ്റലിൽ പോയിട്ട് വന്ന് കടയിൽ ഇരുന്നേ ഉള്ളൂ. ഓക്കെ കടയിൽ പോയില്ല. കടയിൽ അധികം ആള് വരില്ല, അതുകൊണ്ട് സുഖമായിട്ട് നമ്മുടെ ക്ലാസ് കേൾക്കാം അങ്ങനെയൊക്കെ പറഞ്ഞേ. അതെ. ഇത് പറഞ്ഞപ്പോഴും ഓർമ്മ വന്നേ, നമ്മൾക്ക് ഒരു 13 MT13 ബാച്ചില് ഒരു 72-75 വയസ്സുള്ള ഒരു മേഡോട്ട്. ഞങ്ങൾ ഭയങ്കര ഹാപ്പിയായി. പ്രാക്ടിക്കൽ സെഷന് വന്നു. ഞാൻ ആളുടെ DP ഒക്കെ കണ്ടപ്പോ ഞാൻ വിചാരിച്ചു സ്റ്റുഡന്റ് അമ്മയുടെ ഫോട്ടോ DP ഇട്ടേക്കണമെന്ന് എനിക്കൊരു ഡൗട്ട് തോന്നി. പക്ഷെ പേര് കേട്ടപ്പോൾ എനിക്കൊരു സംശയം തോന്നി. അത് കാരണം ഞാൻ വസന്ത മല്ലിക എന്നാണ് പേര്. വസന്ത മാം തന്നെ ആളെ കാണാതെ തന്നെ എന്നെ ആദ്യം വിളിച്ചിട്ടുണ്ടായിരുന്നു. ആള് നേരിട്ട് വന്നപ്പോഴല്ലേ 72 പേരക്കുട്ടികളൊക്കെ ഉള്ള ഒരു അമ്മൂമ്മയാണ്, ഒരു മുത്തശ്ശിയാണ്. അപ്പൊ സാറിനും ജയദേവ് സാറിനും ഭയങ്കര ഇഷ്ടമായി. സാറ് ആളുടെ കൂടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. പിന്നെ മാമിന് പഠിക്കാൻ വളരെ ഇഷ്ടമാണ്, പ്രത്യേകിച്ചും ഈ ഒരു കോഴ്സ്. മാം ഒരു മെഡിക്കൽ കോളേജിലെ കമ്മ്യൂണിറ്റി ഹെൽത്തിന്റെ വൈസ് പ്രിൻസിപ്പളോ അങ്ങനെ എന്തോ ആണ്. പക്ഷെ എല്ലാ ക്ലാസ്സും മിസ് ചെയ്യാതെ കാണും. ഭയങ്കര സ്നേഹമാണ്. നമുക്കൊരു മദർലി അഫെക്ഷൻ ഒക്കെ ഫീൽ ചെയ്യും. ഓക്കെ ഫൈൻ. അപ്പൊ അങ്ങനെയൊക്കെ ആരെങ്കിലൊക്കെ ഉണ്ടെങ്കിൽ പ്ലീസ് കം ഫോർവേഡ്. ബിക്കോസ് അലീസ പറഞ്ഞതുപോലെ ഏത് പ്രായത്തിലുള്ളവരാണ് എന്താണെന്നൊന്നും അറിയില്ല. ശരിക്കും ഞങ്ങളുടെ മോണ്ടിസോറി ക്ലാസ് റൂമിൽ ഞങ്ങൾക്ക് ഓഫ്ലൈൻ ആയിരുന്നല്ലോ, ഓൺലൈൻ ആയിരുന്നില്ലല്ലോ. എല്ലാരും കാണും. പരസ്പരം മാഡം എന്ന് വിളിക്കണം എന്നായിരുന്നു. ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ ഞങ്ങൾക്കത്. കാരണം എല്ലാരും പരസ്പരം മാഡം എന്ന് വിളിക്കുമ്പോൾ അതൊരു ഡിസ്റ്റൻസ് ഉള്ള പോലെ തോന്നും. നമുക്കൊരു ഫാമിലി ഫീൽ, ഒരു വി ഫീല് തോന്നില്ല. പിന്നെ മാമിനെ കേൾപ്പിക്കാൻ വേണ്ടി ഞങ്ങൾ പരസ്പരം മാഡം എന്ന് വിളിക്കുമെങ്കിലും തമ്മിൽ ഷിഞ്ചിത അല്ല നികിത. ഓക്കെ ഞാൻ ഓർത്തേ ഷിഞ്ചിത പറഞ്ഞിട്ട് നോക്കുമെന്ന് ഇങ്ങനെ ഞാൻ ആലോചിക്കുമായിരുന്നു. ഓക്കെ, ഞാൻ പൊക്കോട്ടെ. ആ കുട്ടി വെയിറ്റ് ചെയ്യുന്നു, നല്ല ടെൻഷനിലായിരിക്കും. ഓക്കെ ബൈ, താങ്ക് യു സോ മച്ച്. ഹാവ് എ നൈസ് ഡേ. അടുത്ത ആഴ്ച കാണാം. ബൈ ബൈ. Thank you, ma'am.